യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി. ദൈവം നമ്മൾ എവിടെ അയച്ചാലും കർത്താവിൻ്റെ സാക്ഷിയായി തീരുവാൻ, വെളിച്ചമായി തീരുവാൻ, അനേകർക്കൊരു ഗൈഡായി തീരുവാൻ. അത് നിങ്ങളത് ഓർക്കുന്നുണ്ടോ? അനേകർക്കൊരു ഗൈഡായി തീരുവാൻ. ഞങ്ങളൊക്കെ ഒത്തിരി യാത്ര ചെയ്തിട്ടുള്ളവരെ പണ്ട് ഞങ്ങൾക്ക് ബോട്ടുണ്ടായിരുന്നു നേരത്തെ സൗദിയിൽ, അതിൻ്റെ ലൈസൻസൊക്കെ ഉണ്ട്. അപ്പോൾ അതിലിരുന്ന ഒരു മറൈനർ കോമ്പസ് ഇപ്പോൾ നാട്ടിൽ കൊണ്ടുവന്ന കാര്യം, ഈ നാട്ടിൽ വരുമ്പോൾ തൊട്ട് ആൾക്കാർ ഈ അന്നത്തെ കാലത്ത് 10-30 വർഷം മുമ്പേ ഈ നാട്ടിലോട്ട് വന്ന സമയത്ത് ഈ കിഴക്കോട്ട് വടക്കോട്ട് എന്നൊക്കെ പറയും. നമ്മളൊരു പുതിയ ദേശത്ത് ചെല്ലുമ്പോൾ അവിടുത്തെ തെക്കും വടക്കും കിഴക്കും ഒന്നും നമുക്ക് അറിയത്തില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫിറ്റ് ചെയ്ത്. അന്നൊന്നും GPS ഇല്ലല്ലോ, 90കൾ ഒക്കെ അല്ലെങ്കിൽ ആ സമയത്തൊക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വഴി ചോദിക്കുമായിരുന്നു ആൾക്കാരോട്. അത് ഇവിടെ മാത്രമല്ല, അത് ഈ നോർത്ത് ഇന്ത്യയിൽ ഗ്രാമങ്ങൾ, ആന്ധ്ര, തമിഴ്നാട്, കർണാടക ഒക്കെ കറങ്ങുമ്പോൾ നമുക്കറിയത്തില്ല. നമ്മൾ വഴി ചോദിക്കുമ്പോൾ അനേകർ അറിയത്തില്ലേലും. ആന്ധ്രയും കർണാടകയിൽ ഞങ്ങൾ കണ്ട ഒരു കാര്യമാണ്. അവിടെ ഇത് കൂടുതൽ ഞങ്ങൾ അനുഭവിച്ച് ഞങ്ങൾ പിന്നെ ചോദിക്കുമ്പോൾ വേണം ഞങ്ങൾ തന്നെ പറയും, എന്നിട്ട് നേരെ തിരിച്ചു പൊക്കോളാൻ പറയും. കാരണം അറിയത്തില്ല എന്ന് പറയത്തില്ല. കേരളത്തിലാണെങ്കിൽ അയ്യോ എനിക്ക് അറിയത്തില്ല, വേറെ ആരെങ്കിലും ചോദിക്കാൻ പറയും. അവിടെ അറിയത്തില്ല എന്ന് പറയത്തില്ല, ചുമ്മാ അവർ പറയും എന്നാൽ അങ്ങോട്ട് പോയിട്ട് വലത്തോട്ട് തിരിഞ്ഞു വന്നു. നമ്മൾ അവിടെ കിടന്ന് ലാസ്റ്റിൽ കറങ്ങും. ഇപ്പോഴും GPS ഉണ്ട്, ഗൂഗിൾ മാപ്പുണ്ട്, നമുക്ക് ലൊക്കേഷനൊക്കെ അറിയാം, ലൊക്കേഷൻ ഇട്ടൊക്കെ പോകാം. ആ കാലഘട്ടത്തിൽ ഇതൊന്നുമില്ല. നമ്മൾ മീറ്റിങ്ങിനാണ് പോകുന്നത്, ചെന്നിട്ട് വേണം ഈ സൗണ്ട് സിസ്റ്റം എല്ലാം താഴെ വെച്ചിട്ട് പോകാൻ. അല്ലെങ്കിൽ മീറ്റിങ്ങിൻ്റെ ഒരു 45 മിനിറ്റ് മുമ്പ്, 1 മണിക്കൂർ മുമ്പെങ്കിലും എത്തിയാലേ സമയത്തിന് മീറ്റിംഗ് തുടങ്ങാൻ പറ്റത്തുള്ളൂ. പിശാച് നമ്മളെ പലപ്പോഴും ഇട്ട് ഈ വഴി അറിയാത്തവർ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുന്നത് നിമിത്തം എത്ര പ്രാവശ്യം, എനിക്കൊന്ന് 100 കണക്കിനോ 1000 കണക്കിനോ ഒക്കെ പ്രാവശ്യം ഈ ഭാരതത്തിൽ തന്നെ, ഈ ഇന്ത്യയിൽ തന്നെ വഴി തെറ്റിപ്പോയിട്ടുണ്ട്. കാരണം കാരണം എന്നാ? അറിയത്തില്ലേലും ഇങ്ങോട്ടാ പോകും. അല്ല, നമ്മളെ ദൈവം ആക്കിയിരിക്കുന്ന എന്തിനാ? വചനം പഠിക്കുന്ന എന്തിനാ ബൈബിൾ ക്ലാസ് പഠിക്കുന്നത്? ഓരോ കൊരിന്ത്യർ ലേഖനം കഴിഞ്ഞു, വെളിപ്പാട് ദിവസം നമ്മൾ പഠിച്ചു, വലിയ സന്തോഷം. കൊരിന്ത്യർ ലേഖനം കഴിഞ്ഞു, ഗലാത്യ ലേഖനം കഴിഞ്ഞു. ഇത് നേരത്തെയും പല ആവർത്തി ഇവിടെ എറണാകുളത്ത് പഠിച്ചതാണ്, നേരത്തെ ഉണ്ടായിരുന്ന വിശ്വാസികൾ. പിന്നെ നമ്മൾ പഠിക്കുക. എന്തിനാണ് നമ്മൾ പഠിക്കുന്നത്? അനേകരോട് വഴി കാണിച്ചു കൊടുക്കാൻ. ന്യായപ്രമാണം, പഴയ കാര്യങ്ങൾ, പഴയ ആചാരങ്ങൾ, അവരെവിടെ നിന്ന് വന്നു, പഴയ ഉത്സവങ്ങൾ എല്ലാം ഇവിടെ വരുന്നുണ്ട്. ഇനി നമ്മൾ മുൻപോട്ട് വരുമ്പോൾ ഇതെല്ലാം നമ്മൾ ടച്ച് ചെയ്യാൻ പോവാം. ഇവിടെ എല്ലാം എനിക്കറിയത്തില്ല, പാസ്റ്റർ പറഞ്ഞു ഇങ്ങനെ, അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ, പാസ്റ്റർ പറഞ്ഞു ഉത്സവം, പാസ്റ്റർ പറഞ്ഞു ആഭരണം, അല്ലെ പാസ്റ്റർ പറഞ്ഞു ഇങ്ങനെ യോഗ്യമായ ഡ്രസ്സ്, പാസ്റ്റർ പറഞ്ഞു ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ നമ്മളെല്ലാം യോഗ്യമായി നമ്മളെ തന്നെ ക്രമീകരിക്കണം. അതൊന്നുമല്ല സഭ ഇങ്ങനെയാണ് പറയുന്നത്. നോ, ദൈവത്തിൻ്റെ വചനം. സഭ നമ്മൾ കൂടുമ്പോൾ അതൊരു സഭയായി തീരും, അത്രയേ ഉള്ളൂ. പ്രസ്ഥാനം അതൊന്നും ദൈവത്തിന് മുമ്പിൽ ഒരു കാര്യവുമല്ല. അത് ഗവൺമെൻറ് മുമ്പിൽ രജിസ്ട്രേഷൻ വേണ്ടതുകൊണ്ട് ഓരോ ടീം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, അത്രയും മാത്രമേ. അല്ലല്ലേ, നമുക്ക് ബന്ധം ആരുമായിട്ടാണ്? കഴിഞ്ഞ ദിവസം ഞാൻ ഒരു സഹോദരനോട് പറയുവാണ്, സഭയുമായിട്ടല്ല ബന്ധം, പാസ്റ്ററുമായിട്ടല്ല, വിശ്വാസികളുമായിട്ടല്ല, നമ്മുടെ ബന്ധം ആരുമായിട്ടാണ്? ഇപ്പോൾ ഇവിടെ നിങ്ങൾ എറണാകുളത്തുള്ളപ്പോൾ ഈ സഭയെ കൂടുന്നു. അടുത്ത ദൈവം നിങ്ങളെ വേറെ ദേശത്ത് അയക്കുമ്പോൾ അവിടെയുള്ള ഒരു ആത്മീയ സഭ നിങ്ങൾ അന്വേഷിക്കും, നിങ്ങൾ അവിടെ കൂടും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് അവിടെ ഇടയൻ കാണും. നിത്യബന്ധം ആരുമായിട്ടാണ്? ക്രിസ്തുവുമായിട്ടും. കർത്താവിൻ്റെ ക്രിസ്തു ആകുന്നത് ആ വചനം. വചനം എന്തുവാ? വചനം സമം ക്രിസ്തു. അതാ യോഹന്നാൻ സുവിശേഷത്തിൽ നമ്മൾ കണ്ടത്. വചനം ജഡമായി തീർന്നു നമ്മുടെ ഇടയിൽ വന്ന് പാർത്തു. അപ്പം നമ്മുടെ ബന്ധം വചനവുമായിട്ട്. അപ്പം നമ്മൾ ഈ വചനം പഠിക്കുന്നത്, ഇത് പഠിച്ച് ബലപ്പെട്ട് ഉറപ്പ് പ്രാപിച്ച് ഓരോ സഹോദരന്മാരോടും സഹോദരിമാരോടും ഒക്കെ പറഞ്ഞ് ഇതാണ് വഴി. ഈ വിഷയത്തിൽ കുടുംബങ്ങളെ, നിങ്ങൾ കുടുംബജീവിതം തിരുവചനപ്രകാരം ഇങ്ങനെ ആയിരിക്കണം. ചെറുപ്പക്കാരെ, നിങ്ങളുടെ ജീവിതം തിരുവചനപ്രകാരം ഇങ്ങനെ. ദൈവദാസന്മാരെ, നിങ്ങളുടെ ശുശ്രൂഷ തിരുവചനപ്രകാരം. ദൈവദാസന്മാർ തെറ്റിപ്പോയ എന്ത് പറയണം വിശ്വാസികൾ? അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഏർപ്പിച്ച്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ പ്രേരണയിൽ, പരിജ്ഞാനത്തിൽ ദൈവദാസന്മാരെ ഒക്കെ കറക്റ്റ് ചെയ്യണം. നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട് ആ പ്രമാണം പലപ്പോഴും. അങ്ങനെ കറക്റ്റ് ചെയ്യുന്ന ഒരു സഭ, കറക്റ്റ് ചെയ്യുന്ന ഒരു ദൈവജനമാണ്. ദൈവദാസന്മാരും സൂക്ഷിച്ച് ജീവിക്കും, അവർ സൂക്ഷിച്ച് പ്രസംഗിക്കും. കണ്ട പുസ്തകങ്ങളൊക്കെ വായിച്ച് അതിൽ ഇപ്പോൾ ദേവദാസന്മാർക്ക് ദൂത് കിട്ടാതെ വരുമ്പോൾ അവരെല്ലാം ചെയ്യുന്ന പരിപാടിയാണ്. തിയോളജിയൻസായ ദേവദാസന്മാർ ഭയങ്കരമായിട്ട് അവർക്ക് ഈ പഠിച്ച കാലം തൊട്ട് അവർക്ക് ഓരോ സെമിസ്റ്ററിലും 6 പുസ്തകം 8 പുസ്തകം 12 പുസ്തകം ഒക്കെ റെഫർ ചെയ്യുക, അത് പഠിക്കുക, അതിനെപ്പറ്റി അത് പഠിച്ചിട്ട് അവരുടെ ഒരു കാഴ്ചപ്പാട്. അതുകൊണ്ട് ഈ പുസ്തക വായന ഭയങ്കര. ആരെങ്കിലുമൊക്കെ ഓതേഴ്സ് എഴുതിയ എന്തെങ്കിലുമൊക്കെ പുസ്തകം വായിച്ചാൽ അവർ ദേ ഗെറ്റ് ഇൻഫ്ലുവൻസ് ബൈ ഇറ്റ്. അവരെന്തെങ്കിലുമൊക്കെ പുസ്തകങ്ങൾ വായിച്ചിട്ട് അപ്പോൾ ഒരു പുസ്തകം വായിക്കുമ്പോൾ കാഴ്ചപ്പാട് ഇങ്ങനാവും, വേറെ പുസ്തകം വായിക്കുമ്പോൾ കാഴ്ചപ്പാട് ഇങ്ങനാവും. അല്ലല്ല, സത്യമായിട്ട് പഠിക്കണം. അത് ടീച്ചർ ആരാ?
ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ, സകല സത്യത്തിലും നമ്മളെ നടത്തുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, ദ ഹോളി സ്പിരിറ്റ് ഓഫ് ഗോഡ്. അതിനാ നമ്മൾ ഈ അന്യഭാഷ 2 ലൈൻ പറയാനല്ല, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഭാഗമാണ്. ദൈവം നിങ്ങളെ അഭിഷേകം ചെയ്ത് ആ അഭിഷേകം നിങ്ങളെ വഴി നടത്തും, സകല സത്യത്തിലും വഴി നടത്തും. സോ അതിനുവേണ്ടിയാണ് ദൈവം വചനം പഠിക്കുന്നത്. ദൈവം നമ്മളെ എവിടെ ആക്കിയാലും നമ്മൾ ദൈവവചനത്തിൻ്റെ കാര്യത്തിൽ ഷുവറായിരിക്കണം. ഇനി ആരങ്ങനെ അല്ലെന്ന് പറഞ്ഞാലും എനിക്കറിയാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ കാര്യത്തിന് എനിക്കൊരു വ്യക്തത തന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു ക്ലാരിറ്റി പ്രാപിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ, ചെറുപ്പക്കാർ, വലിയവർ, നിങ്ങൾ തെറ്റിയ കുഞ്ഞുങ്ങൾ നിങ്ങളോട് ചോദിക്കും, ഇങ്ങനല്ലേ ബൈബിൾ പറയുന്നതെന്ന് ചോദിക്കും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച്, സത്യത്തിനൊരു മാറ്റവുമില്ല, സത്യം എന്നും സത്യമായിട്ട് തന്നെ ഇരിക്കും. ദൈവം നമ്മളെ ആ സത്യം അനുസരിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഗലാത്യ ലേഖനമാണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 2-ാമത്തെ അധ്യായം കഴിഞ്ഞ ആഴ്ച പഠിച്ച് അതിൻ്റെ അവസാനം നിർത്തിയ 21-ാമത്തെ വാക്യത്തിൽ അവിടെ പറയുന്നു, നിങ്ങൾ നീതിക്കായിട്ട് ദൈവകൃപ നിങ്ങളുടെ മേൽ പകർന്നിട്ടുണ്ട്, അത് വൃഥാവായി പോകരുത്. അല്ല, ഇവിടെ എഴുതിയേക്കുന്ന കർത്താവ് വന്നതും കർത്താവ് മരിച്ചതും ഒക്കെ എന്തായിത്തീരും? ഇറ്റ് വിൽ ബി ഇൻ വെയിൻ. ഈ ന്യായപ്രമാണം മാറ്റിയിട്ട് നിങ്ങൾക്കൊരു പുതിയ നിയമം തന്നത് അതും വൃഥാവാകും എന്ന് പറഞ്ഞാണ് ഈ 2-ാമത്തെ അധ്യായം നിർത്തുന്നത്. 2 കാര്യങ്ങൾ അവിടെ എഴുതിയിരിക്കുന്നത്. ഗലാത്യ സഭ എന്തോ സംഭവിച്ചത്? പലരും അവിടെ വന്ന് ദുരുപദേശം പഠിപ്പിച്ചു. ആത്മീയ ക്ഷീണത്തിൽ പല ദൈവദാസന്മാർ അവിടെ വന്ന് വേറൊരു സുവിശേഷം പഠിപ്പിച്ചു. അവരതിനെല്ലാം എന്ത് ചെയ്തു? ആമേൻ പറഞ്ഞില്ല. മതി ദേവദാസ തോണ്ടിയിട്ട് അവിടെ ഇരുന്നോ എന്ന് പറയേണ്ടതായിരുന്നു ഗലാത്യ സഭയിലെ ഇടയൻ. അതിന് തനിക്ക് അഭിഷേകം നഷ്ടപ്പെട്ടു പോയി കാണും, നഷ്ടപ്പെട്ടു പോയി, അങ്ങനെ പറയുന്ന അതിനകത്ത് നല്ലത്. കൊരിന്ത്യ സഭ ഇടയന് ദേവദാസൻ എന്ത് ചെയ്തു? ജാതികൾ കേട്ടാൽ അറയ്ക്കുന്ന ഞെട്ടുന്ന പാപം വരെ സഭയ്ക്കകത്തുണ്ട്. പക്ഷേ പ്രധാന സ്പോൺസറാ, പ്രധാനിയാണ്, തൻ്റെ എതിരെ ആക്ഷൻ എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അല്ലല്ലേ ദേവദാസൻ്റെ വായ എന്ത് ചെയ്തു? സിപ്പ് ചെയ്തു. അവിടെ പരിശുദ്ധാത്മാവ് വിട്ടുപോയി. എത്ര ശക്തമായിട്ടാണ് 1 കൊരിന്ത്യർ 2 കൊരിന്ത്യർ എഴുതിയിരിക്കുന്നത്. ദൈവം അവരെ സ്നേഹിക്കുന്നു. ആ സഭ, ആ ദേശത്ത് ഇത് ചെയ്തത് ആരാ? ഇവരെല്ലാം ജാതികളിൽ നിന്ന് വന്നതാണ്. അപ്പോൾ ഇവർ ചെയ്യുന്നത് ആരാ? ഇവരുടെ പഴയ ഇവർ ആരാധിച്ചുകൊണ്ടിരുന്ന മൂർത്തികളും ശക്തികളും ആ സേവകളുമാണ് ഇവരെ പഴയ അനുഭവത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ഇവരുടെ ഉള്ളിലെ പരിശുദ്ധ പാപം പ്രവേശിച്ചാൽ, അനുസരണക്കേട് വന്നാൽ അപ്പം ദൈവകൃപ നഷ്ടപ്പെടും. നമ്മൾ കണ്ടല്ലേ ഏദൻ തോട്ടത്തിൽ അനുസരണക്കേട് കാണിച്ചു, ഓൺ ദ സ്പോട്ട് അവർ നോക്കി, അവർ നഗ്നരാന്ന് മനസ്സിലായി. അതുവരെ അവർ എന്തിലാണ് പുതിയപ്പെട്ടിരുന്നത്? അവർ ഉള്ള അവസ്ഥ, അവർ പച്ചയ അല്ലെങ്കിൽ മനുഷ്യനാ, അവരുടെ കുറവ് അവർക്ക് മനസ്സിലായി. അവരുടെ ദൈവകൃപ നഷ്ടപ്പെട്ടു, അനുസരണക്കേട് കാണിച്ചു. ഇതിനാണ് അനുസരണക്കേട് നമ്മുടെ ജീവിതത്തിലോട്ട് കടത്തിവിടുന്നത്. വളരെ ടെംപ്റ്റിംഗ് ആയിട്ട്, വളരെ നമ്മൾ ഈ ഓരോന്നൊക്കെ കുഞ്ഞുങ്ങൾ പണ്ട് പേടിപ്പിക്കുന്ന സാധനങ്ങളൊക്കെ നല്ല ഗോൾഡൻ മുട്ടായി പേപ്പറിലൊക്കെ പൊതിഞ്ഞു കൊടുക്കുന്ന പോലെ നല്ല മനോഹരമായിട്ടാണ് ഈ പാപത്തെ നമ്മുടെ ഉള്ളിലേക്ക് പ്രസൻറ്റ് ചെയ്ത്, കുഴപ്പമൊന്നുമില്ലല്ലോ, ഇതുകൊണ്ട് ആ ദൈവമക്കൾ കാണിക്കുന്നുണ്ടല്ലോ, ഈ ദൈവമക്കൾ ഈ ബന്ധുക്കൾ അവർ കാണിക്കുന്നുള്ളൂ, അന്ന് കുഴപ്പമില്ലെന്ന് വിചാരിച്ച് പതുക്കെ അതിലേക്ക് പിശാച് നമ്മളെ തള്ളിയിടുന്നത്. അപ്പോൾ ഇവിടെ ഗലാത്യ സഭയോട് പറയുന്ന ശക്തമായിട്ട് 2 കാര്യം 21-ാമത്തെ വാക്യത്തിൽ. 1, ദൈവകൃപ നിങ്ങളെ നീതിക്കായിട്ട് നടത്തുവാനാണ് കർത്താവ് നിങ്ങൾക്ക് കൃപ തരുന്നത്. അല്ലെങ്കിൽ ക്രിസ്തു വന്നതും മരിച്ചതും വെറുതെയായി. ഇവരീ പോയത് പഴയ നിയമത്തിലേക്കാണ്. ഇവരെ കൊണ്ടുപോയത് ഈ യെരുശലേമിൽ നിന്ന് വന്ന പഴയ വിശ്വാസികളുണ്ടല്ലോ, അവരാണ് ഇവരെ കൊണ്ടുപോയത്. പരിച്ഛേദന ഏക്കണം എന്ന് പറഞ്ഞാണല്ലോ ഇവിടുത്തെ വിഷയം തുടങ്ങുന്നത് 2-ാമത്തെ. വിശ്വാസികളാണ്, പക്ഷേ എന്ത് ചെയ്യണം? നിങ്ങൾ പഴയ നിയമത്തിലെ കർമ്മങ്ങളൊക്കെ ചെയ്യണം. കുറച്ച് ആചാരങ്ങളൊക്കെ ചെയ്ത് അതിൽ സന്തുഷ്ടരായി തീരുവാൻ അവരെ നോക്കിയപ്പോൾ, അവരെ പഴയ അനുഭവത്തിലേക്ക് കൊണ്ടുപോകാൻ നോക്കിയപ്പോൾ ശക്തമായിട്ട് പൗലോസ് പറയുന്നത്, ആരെതിർത്താലും കുഴപ്പമില്ല, ഒരല്പം പോലും ഞാൻ ആ വിഷയത്തിന് കോംപ്രമൈസ് ചെയ്തില്ല എന്ന് നമ്മൾ 2-ാം അധ്യായത്തിൽ കണ്ടു. അല്ലെങ്കിൽ കർത്താവ് എന്തിനാ വന്നത്? എന്തിനാ നിങ്ങൾക്ക് വേണ്ടി മരിച്ചത്? സ്തോത്രം. ആ ക്രൂശിലെ മരണം, ആ രക്ഷാ പദ്ധതി വെറുതെ ആയിപ്പോൾ. 2-ാമത് അവിടെ പറയുന്ന ദൈവത്തിൻ്റെ വചനം, പുതിയ നിയമം നിങ്ങൾക്ക് തന്നത് അല്ലേ പിന്നെ എന്തിനാ? 3-ാം അധ്യായത്തിൽ നമുക്കത് ഒന്നുകൂടെ വ്യക്തമാകും. 3-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ ഗലാത്യൻസ് ചാപ്റ്റർ 3 വേഴ്സ് 1. ഇവിടെ പല കാര്യങ്ങൾ 2-ാം അധ്യായത്തിൽ പറഞ്ഞ് വീണ്ടും തിരിച്ച് ഗലാത്യരിലേക്ക് വരിക പേഴ്സണലായിട്ട്. ആദ്യം പറഞ്ഞത് യെരുശലേമിലെ സഭയിൽ പറ്റിയ ക്ഷീണം, അതിൻ്റെ കാരണം യെരുശലേമിൽ വെച്ച് പത്രോസിൽ നിന്ന് വന്ന ക്ഷീണം, ബർന്നബാസ് ഉൾപ്പെടെയുള്ള ശക്തരായ അപ്പോസ്തലന്മാർ ആ ദൈവദാസൻ കാണിച്ചു. ഒരു ദൈവദാസൻ തെറ്റിപ്പോയാൽ 1000കണക്കിന് വിശ്വാസികളും മറ്റുള്ള ദൈവദാസന്മാരും അവർ നിമിത്തം വിശ്വാസ കൃപയിൽ ശുശ്രൂഷയിലേക്ക് വന്ന ദൈവദാസന്മാരൊക്കെ തെറ്റിപ്പോകും. അതാണ് ഇവിടെ നമ്മൾ കണ്ടത്. അതിനെ ശക്തമായി ശാസിച്ചിട്ട് യെരുശലേമിലെ സഭയിൽ ക്ഷീണം വരാൻ കാരണം ഇന്നതാ എന്ന് പറഞ്ഞ് 3-ാം അധ്യായത്തിൽ തിരിച്ച് ഗലാത്യ സഭയുടെ കാര്യം പറയുക. ബുദ്ധിയില്ലാത്ത ഗലാത്യരെ. എന്തുവാ ഇന്നത്തെ കാലത്ത് ദൈവമക്കളോട് ഫൂൾ എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ, അപ്പോഴേ ഈ പാസിനോട് ഞാൻ നിൽക്കുന്നില്ല,
അടുത്ത സഭ നോക്കി, ഇവിടെ സഭയ്ക്ക് വല്ല പാടുണ്ട്, ഇവിടും ചാടി അപ്പുറത്ത് ചാടാം, അവിടും ചാടി അപ്പുറത്ത് ചാടാം, എവിടെ വേണം ചാടാം. ഇവിടെ 10,000 സഭകളുണ്ട്. പക്ഷേ അതൊന്നും പൗലോസിന് വിഷയമല്ല. പൗലോസ് ഇവിടെ ആളിനെ കൂട്ടാനല്ല പറഞ്ഞത്. ഗലാത്യ സഭയോട് പറയുക ബുദ്ധിയില്ലാത്ത ഗലാത്യരെ. ബുദ്ധിയില്ലാത്തതെന്ന് പറയാൻ കാരണം എന്നാ? ചിന്തിക്കാതെ അവർ ചെയ്യുന്നത്, ചിന്തിക്കാതായി ചെയ്യുന്നത്. എത്ര വ്യക്തമായിട്ട് ആ വാക്യത്തിൽ തന്നെ താഴ്ത്തു വരുമ്പോൾ എത്ര വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ പദ്ധതികളും രക്ഷാ പദ്ധതിയും നിങ്ങളെപ്പറ്റിയുള്ള വിളിയും നിങ്ങൾ ഈ ഗലാത്യ ദേശത്തെ ജാതികളുടെ മധ്യത്തിൽ എങ്ങനെ നിൽക്കണം, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ വളരെ വ്യക്തമായിട്ട് ഞാൻ വരച്ച് കാട്ടിയിട്ട് നിങ്ങളതെല്ലാം ഒരു നിമിഷം കൊണ്ട് ആരോ വന്ന് പ്രസംഗിച്ചു, നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടും, നിങ്ങൾക്ക് നന്മ കിട്ടും, നിങ്ങളിവിടെ രാജാക്കന്മാരാവും, നിങ്ങളിവിടെ ഭയങ്കര ലക്ഷറി ജീവിക്കും, കാണാത്ത രാജ്യങ്ങൾ, കാണാത്ത ഇതൊക്കെയല്ലേ ഇപ്പോഴത്തെ പ്രസംഗങ്ങൾ. അത് കേൾക്കുമ്പോൾ ആമേൻ പറയാൻ എത്ര ദ്രവ്യാഗ്രഹികളായ വിശ്വാസികളുണ്ടെന്നറിയാം. രക്ഷിക്കപ്പെട്ടോ എന്ന് ശരിക്കൊന്ന് പരിശോധിക്കണം. പരിശുദ്ധാത്മാവ് ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ ശുദ്ധീകരണത്തിനുള്ള ദൈവാലോചന. എനിക്കിഷ്ടമാണ്, ആർക്കാണ് ഇഷ്ടമല്ലാത്ത ലക്ഷറി ജീവിക്കാൻ. ഇപ്പം നമ്മളൊരു വാഹനം ഓടിക്കുക, അടുത്തൊരു മെഴ്സിഡീസ്, അടുത്തൊരു റോൾസ് റോയ്സ്, ആർക്കാണ് ഇഷ്ടമല്ലാത്ത. ഇപ്പം നമ്മളൊരു ഭവനത്തിൽ താമസിക്കുക, അടുത്തൊരു വലിയ സ്വീറ്റ് റൂം പോലെ അല്ലെങ്കിൽ വലിയൊരു പെൻറ്റ് ഹൗസ് പോലത്തെ ബംഗ്ലാവ് പോലത്തെ ഒരു വീട്, ആർക്കാണ് ഇഷ്ടമല്ലാത്ത. നല്ല ഡബിൾ ഹൈറ്റിനും ഒക്കെയുള്ള വലിയ സിറ്റിങ്ങും ഗ്രൗണ്ട് പോലത്തെ ലിവിങ് റൂമൊക്കെ ഉള്ളത് ആർക്കാണ് ഇഷ്ടമല്ലാത്ത. എനിക്കും ഇഷ്ടമാണ്, നിങ്ങൾക്കും ഇഷ്ടമാണ്. ഈ ജഡത്തിന് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇതിൻ്റെ ഉള്ളിലൊരു മനുഷ്യനുണ്ട്. ഈ ജഡം മണ്ണിൽ നിന്ന് വന്നു, മണ്ണിലെ എല്ലാ കാര്യങ്ങളും ഇഷ്ടമാണ്, മണ്ണിലെ തിളങ്ങുന്നതെല്ലാം ഇഷ്ടമാണ് ഈ ജഡത്തിന്. എൻ്റെ കണ്ണിന് ഇഷ്ടമാണ്, അതിനെ കൺമോഹം എന്ന് പറയുന്നത്. അതിനെ അധികം പ്രൊമോട്ട് ചെയ്യേണ്ട സാലല്ല. എൻ്റെ ജഡത്തിന് ഇഷ്ടമാണ്, ശരീരത്തിന് ഇഷ്ടമാണ്, നല്ല സുഖം, എപ്പോഴും ഇതുപോലെ എയർ കണ്ടീഷനിലിരിക്കാനും എപ്പോഴും നല്ല സ്പ്രിംഗ് മെത്തയിലൊക്കെ കിടക്കാൻ ആർക്കാണ് ഇഷ്ടമല്ലാതെ. എനിക്കിഷ്ടമാണ്, നമുക്കൊക്കെ ഇഷ്ടമില്ല. ജഡമോഹം ഇല്ലേ, ജീവനത്തിൻ്റെ പ്രതാപം. 3 കാര്യങ്ങളെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവിൽ വളരുമ്പോൾ ഒന്ന് ബ്രേക്ക് പിടിക്കണം. അല്ല ഇമ്പോർട്ടൻസ് അതിനല്ല, ഇത് മണ്ണിലേക്ക് വന്നു. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ പോലെ ഞങ്ങളൊക്കെ ദൈവദാസന്മാരടക്കി നമ്മളൊന്ന് കരഞ്ഞു, ടാറ്റ പറഞ്ഞു പോയി. അവിടെ നമ്മൾ പോയി കഴിയുമ്പോഴാണ് അവർ പെട്ടെന്ന് സെല്ല് മണ്ണിട്ട് ഉടനെ അവർ മണ്ണിട്ട് മുഴി തീർന്നു. ആമേൻ. പിറ്റേ ദിവസം 2 ദിവസം കഴിഞ്ഞ് പിന്നെ ഈ ദുഃഖിച്ചിരിക്കുന്നവരൊക്കെ ചിരിക്കുന്നത് കാണാം, സന്തോഷിക്കുന്ന കാര്യം. അവർ പതുക്കെ എന്ത് ചെയ്യുന്നു, അറിഞ്ഞുകൊണ്ടും അറിയാതൊക്കെ ആ വേർപാടിൻ്റെ വിഷമം അങ്ങ് മറന്നു പോകുന്നു. ഇത്രയേ ഉള്ളൂ. മണ്ണിലേക്ക് വന്നു, ജീവിച്ചു. ആ ജീവിക്കുന്ന കാലത്ത് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്തു, ദൈവത്തിൻ്റെ വേല തികച്ചു, നമ്മൾ തിരിച്ച് മണ്ണിലേക്ക് ചേരുന്നു. പക്ഷെ ഒരു നിത്യ മനുഷ്യനുണ്ട്. ആ അഹത്തെ മനുഷ്യൻ ലോകത്തിൻ്റെ കാര്യങ്ങളല്ല, സ്വർഗത്തിൽ. സ്തോത്രം. സ്വർഗത്തിന് വേണ്ടി എന്ത് ചെയ്തു? അപ്പം ആത്മീയമായിട്ട് നമ്മൾ ബലം പ്രാപിക്കുമ്പോൾ നമ്മുടെ ഈ ലോകാഗ്രഹങ്ങൾ കുറയുകയും, സ്തോത്രം, എന്നെ വിളിച്ച വിളി അനുസരിച്ച് ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ, ദൈവത്തിൻ്റെ കാര്യങ്ങൾ ചെയ്യുവാൻ, സ്തോത്രം. അപ്പോഴാണ് എൻ്റെ പിതാവിൻ്റെ ഭവനം, എൻ്റെ നിത്യഭവനം, ആ ഒരു ഉത്തരവാദിത്വം നമുക്ക് വരത്തുള്ളൂ. അപ്പം ഇവിടെ നമ്മൾ കണ്ടു ഈ പദ്ധതിയെല്ലാം മാറിപ്പോയി. മറ്റൊരു സുവിശേഷം, അവിടെ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത്. ക്രിസ്തുവിൽ നിങ്ങൾ ഭൗമികമായിട്ട് അനുഗ്രഹിക്കപ്പെടും എന്നൊക്കെ പറഞ്ഞ് ക്രിസ്തുവിനെ അവിടും പറയാം. ഈ ക്രിസ്തു പറയാത്ത ഭൗമിക അനുഗ്രഹവും, അപ്പോസ്തോലന്മാർ പറയാത്ത അപ്പോസ്തോലിക ഉപദേശത്തിൽ ഇല്ലാത്ത ഭൗമിക അനുഗ്രഹവും, ലേഖനങ്ങളിലോ പുതിയ നിയമത്തിലോ എങ്ങും പറയാത്ത ഭൗമിക അനുഗ്രഹവും, തേജസ്സിൻ്റെ പൂർണ്ണത പറയുമ്പോൾ സ്വർഗത്തിലെ എല്ലാ നന്മകളും കൊണ്ടും അതും ഭൗമിക നന്മകളാക്കി ഇതെല്ലാം മിസ്ഇൻ്റർപ്രറ്റ് ചെയ്ത് കണ്ണ് കണ്ടിട്ടില്ലാത്ത, ചെവി കേട്ടിട്ടില്ലാത്ത എന്ന് പറയുന്ന സ്വർഗത്തിൻ്റെ ഭവനത്തെ പറ്റി ആരും ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ലക്ഷറീസിൽ ദൈവം ഞങ്ങളെ നടത്തും എന്ന് പറഞ്ഞ് ഇതൊക്കെ ഈ വാക്യങ്ങളൊക്കെ പല ദൈവദാസന്മാർ ഹൗസ് വാമിങ്ങിന് വരെയും ശുശ്രൂഷ കണ്ടു. ഇതൊരു കണ്ടും കണ്ടിട്ടില്ലാത്ത ഇത്രയും വലിയ മനോഹരമായ ഭവനം ഞാൻ കേട്ടിട്ടുണ്ട് ദൈവദാസന്മാർ തെറ്റായിട്ട് ശുശ്രൂഷിക്കുന്നത്. ഇതെന്തിനും ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, അതിനൊക്കെ ആമേൻ പറയാൻ ജനം മുഴുവൻ നിപ്പുണ്ടെന്ന്. എന്തുവാന്നറിയത്തില്ല. തലയ്ക്ക് സത്യം പറഞ്ഞാൽ ഒരു ഞോട് വെച്ച് കൊടുക്കണം, അപ്പോഴാണ് സുബോധം വരുന്നത്. എന്തിനാ ഞാൻ ആമേൻ പറഞ്ഞു? ചുമ്മാ ആരെങ്കിലും എന്തെങ്കിലും ഇത് ചിലർ ശക്തിയോടുകൂടി അങ്ങോട്ട് പറയുമ്പോൾ അത് ദൈവവചനമാണെന്ന് വിചാരിച്ച് അതിനെന്ത് ചെയ്യും അങ്ങ് അറിയാം. നമ്മൾ പോലും അറിയുന്നില്ല, ചോദിക്കുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല. ആമേൻ. വളരെ ആമേൻ പറയേണ്ട ദൈവവചനം പറയുമ്പോഴാണ് എന്ത് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടു ബുദ്ധിയില്ലാത്ത ഗലാത്യരെ. അനേകരാ ഈ ക്രൂശിൻ്റെ വചനം കുറച്ച് കഴിഞ്ഞ് എന്താ എത്തിയത് നമുക്കറിയാവുന്ന വചനം ഒന്നുകൂടെ വായിച്ചു. 1 കൊരിന്ത്യർ 1:18. ഇത് ശരിക്കുള്ള ദൈവവചനം കേൾക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ക്രൂശിൻ്റെ വചനവും മറ്റൊരു വചനം ഉണ്ടോ? എനിക്കൊന്നേ അറിയത്തുള്ളൂ. ഈ സുഖത്തിൻ്റെ വചനവും നന്മയുടെ വചനവും ഉണ്ടോ? പിന്നെ ഒരു ക്രൂശിൻ്റെ വചനവും കഷ്ടതയുടെ വചനവും ഉണ്ടോ? രണ്ടുണ്ടോ? ഇടയ്ക്ക് ഞായറാഴ്ച വരും അല്ലെങ്കിൽ ഇടയ്ക്ക് അങ്ങനെ ഉണ്ടോ? ഇല്ല. ഒരു വചനമേ ഉള്ളൂ. ആ വചനത്തിനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് വിളിക്കുന്നത്? കാര്യം ഈ വചനവും ഈ രക്ഷയും എല്ലാം ഇവിടുന്ന് തുടങ്ങിയതാ. യേശു ക്രൂശിൽ മരിച്ച് വില കൊടുത്തേ പിന്നെ തുടങ്ങിയതാ. അതുകൊണ്ട് ആ വചനത്തിന് എന്തുവാ പറയുന്നത്?
ഇനി നമ്മളും ഈ പിൻപറ്റുന്ന ആ യേശുവിനെ പിൻപറ്റുന്ന ശിഷ്യന്മാരായ നമ്മളും എന്തുവാ ചുമക്കേണ്ടത്? ഒന്ന് പറ ദൈവമക്കളെ, ഏത് വചനമാണ്? ക്രൂശിന്റെ വചനം. അതാണ് ശരിക്കും സത്യവചനം. ആ വചനം, യെസ്, ദ മെസ്സേജ് ഓഫ് ദ ക്രോസ്. അത് ചിലർക്ക് കേൾക്കുമ്പോൾ ഫൂളിഷ്നെസ് ആയിട്ടാണ് തോന്നി. കഷ്ടതയുടെ വചനം, ക്രൂശിൻ്റെ വചനം, വില കൊടുക്കണം, നിന്ന് അനുഭവിക്കണം. അത് പരിശുദ്ധാത്മാവില്ലാതെ എന്തെങ്കിലും കാര്യം സാധിക്കാൻ വേണ്ടി സ്നാനപ്പെട്ടവർക്ക് കേൾക്കുമ്പോൾ അത് എന്തായിട്ടാണ് തോന്നുന്നതെന്ന് ബൈബിൾ പറയുന്നത്? ഫൂളിഷ്നെസ്. ഈ ക്രൂശിൻ്റെ വചനം കേൾക്കുമ്പോൾ ചിലർക്കത് ഫൂളിഷ്നെസ് ആയിട്ട് തോന്നും. ചിലർ റിബലിയൻ, ചിലർക്ക് ജഡത്തിൽ എന്ത് ചെയ്യും, ഒരു ആകപ്പാട് ഒരു അസ്വസ്ഥത വരും. നമ്മൾ ഈ അസ്വസ്ഥത ക്രൂശിൻ്റെ വചനം കേൾക്കുമ്പോൾ ദേവദാസന്മാരെ ഞങ്ങൾക്കറിയാം, ഈ അസ്വസ്ഥത തോന്നുമ്പോഴേ നമുക്കറിയാം എന്തുവാ കുഴപ്പം. അത് അവർക്ക് ഫൂളിഷ്നെസ് ആയിട്ടാണ് തോന്നുന്നത്. ദേ ആർ നോട്ട് ഏബിൾ ടു അക്സെപ്റ്റ് ഇറ്റ്. ബൈബിൾ പറയുന്നു, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്ന സത്യം ഒന്ന് കേട്ടെ. കൊരിന്ത്യർ സഭയോട് പറയുക, അവിടും ഈ ഭൗമികമാണ് അവരെ ക്ഷീണിപ്പിച്ചത്. അതിൽ ക്രൂശിൻ്റെ വചനം ചിലർക്കത് കേൾക്കുമ്പോൾ നശിച്ചു പോകുന്നവർക്ക്, ഈ നശിച്ചു പോകാന്ന് പറഞ്ഞാൽ എവിടെ പോകാമെന്ന്, അവസാനം എവിടെ നാശം അറിയാമല്ലോ. നശിച്ചു പോകാമെന്ന് പറയുമ്പോൾ ദേ ആർ ഡിസ്റ്റൈൻഡ് ഫോർ ഹെൽ, നരകത്തിന് വേണ്ടി അവർ നരകത്തിൽ പോകും. അപ്പം നരകത്തിൽ പോകുന്നവർക്ക് അത് എന്തായിട്ട് തോന്നും? പോഷത്വമായിട്ട് തോന്നും. പൗലോസ് കൊരിന്ത്യർ സഭയോട് പറയും, നമ്മളെ വിളിച്ചിരിക്കുന്ന നശിച്ചു പോകാനല്ല, പെന്തിക്കോസുകാരായ നമുക്ക് നല്ല അവിടെ എഴുതിയിരിക്കുന്ന അവസാനം സ്വർഗത്തിൽ പോകാൻ വേണ്ടി കർത്താവിൻ്റെ മണവാട്ടിയായിട്ട് വിളിച്ചിരിക്കുന്ന നമുക്ക്, രക്ഷിക്കപ്പെടുന്ന നമുക്ക് അതെന്തായി തീരും? അപ്പോൾ ദൈവത്തിൻ്റെ വചനം യഥാർത്ഥമായിട്ട് കേൾക്കുമ്പോൾ, ഈ ക്രൂശിൻ്റെ വചനം കേൾക്കുമ്പോൾ അറിയാതെ എൻ്റെ ജഡത്തിൽ ഒരു റിബല്യസ് ഒരു അലർജി, ഒരു മാഗ്നറ്റിക് റിപ്പൽഷൻ തോന്നുന്നുണ്ടെങ്കിൽ ഓർത്തോണം, എൻ്റെ ജഡം പിശാച് നിയന്ത്രിക്കുക, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ കൺട്രോളല്ല. പക്ഷേ എനിക്കത് വലിയ സന്തോഷമായിട്ടും രക്ഷയായിട്ടും എൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ശരീരത്തിൽ പ്രവർത്തിച്ച് അതെനിക്ക് കണ്ണുനീരും ഹൃദയനുറുക്കവും അനുതാപവും അതുണ്ടാക്കുന്നുണ്ടെങ്കിൽ, ദൈവസന്നിധിയിൽ എനിക്ക് പൂർണ്ണമായിട്ട് സമർപ്പിക്കുവാൻ കഴിയുന്നെങ്കിൽ, ഓ പ്രൈസ് ലോർഡ്, ദൈവം എന്നെ കർത്താവിൻ്റെ മണവാട്ടിയായിട്ട് വിളിച്ചിരിക്കുക, സ്വർഗത്തിന് വേണ്ടി വിളിച്ചിരിക്കുക. ഇവരോടും പറയുക, ആ ബുദ്ധിയില്ലാത്ത ഗലാത്യർ, നിങ്ങൾ ഈ മാറിപ്പോകുമ്പോൾ, സത്യവചനത്തിൽ നിന്ന് മാറി വേറൊരു സുവിശേഷത്തിലേക്ക് പോകുമ്പോൾ, ലോകത്തിൻ്റെ ഇതിന് പ്രാധാന്യത കൊടുക്കുന്ന ഒരു സുവിശേഷത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട അവസാനം ഇവിടെ ലോകത്തിൽ നിത്യമായിട്ട് സുഖമായിട്ട് താമസിക്കാനല്ല നമ്മളെ വിളിച്ചിരിക്കുന്ന, സ്വർഗത്തിൽ പോകാനാണ്. അപ്പം വിശുദ്ധി വന്നേലേ പറ്റൂ. നിങ്ങളതൊന്ന് ചിന്തിക്കേണ്ടായിരുന്നു. രണ്ടാമത്തെ വാക്യം, വേറെ ചോദ്യം ചോദിക്കുക. ഈ പിന്മാറിപ്പോയവരെ, അതൊരു പ്രത്യേക ഒരു ദൈവിക ജ്ഞാനമാണ്. ക്ഷീണിച്ചു പോയവരെ കുറേ കാര്യങ്ങൾ വഴക്ക് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്. ഞാൻ ഫോർ എക്സാമ്പിൾ, ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഒരാളുടെ എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് വിഷമമാവും അല്ലേ? ഓക്കെ, ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഒരാൾ, ഓക്കെ പ്രൈസ് ലോർഡ്, ഒരാളുടെ എക്സാമ്പിൾ പറയാം. നിങ്ങൾ എൻ്റെ ബ്രദർ, ഇപ്പോൾ രണ്ടുപേര് കൈപോക്കി, ജെറിൻ ബ്രദറും ഷിൽജു ബ്രദർ, അവരുടെ പേര് തന്നെ പറയാം. അവരിപ്പോൾ ഇൻ കേസ് ക്ഷീണത്തിലല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഇൻ കേസ് ക്ഷീണിച്ചു പോയി, ഞാൻ കുറേ അങ്ങ് വഴക്ക് പറയാം. ജെറിൻ ബ്രദർ എന്തുവാ ഇത്, ആരാധനയ്ക്കും വരത്തില്ല, അല്ലെങ്കിൽ ഷിൽജു ബ്രദർ എന്തുവാ ഇത്, പ്രാധാന്യത കൊടുക്കുന്നതിന് ഓരോ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിപ്പോൾ ഞാൻ അങ്ങ് വഴക്ക് പറയാം, കുറേ അങ്ങോട്ട് വഴക്ക് പറയാം. അവർക്ക് എന്തേ തോന്നത്തുള്ളൂ? വിഷമം തോന്നും, വേദന തോന്നും, ദേഷ്യം തോന്നും. എന്നാൽ ഈ കർത്താവിന് എനിക്ക് ഈ ബൈബിളും വേണ്ട, കൂടുതൽ വിശുദ്ധിയും വേണ്ട, ബൈബിൾ ക്ലാസ്സും വേണ്ട, ഒന്നും അങ്ങനെയല്ലേ തോന്നത്തുള്ളൂ. പക്ഷേ പൗലോസിൻ്റെ ജ്ഞാനം നോക്കിയ പരിശുദ്ധാത്മാവിൽ എല്ലാത്തെയും സഭയെ കുറേ വഴക്ക് പറയേണ്ടതിൻ്റെ വരും കുറേ ചോദ്യങ്ങൾ ഇട്ട് കൊടുക്കുക. അതിൻ്റെ ഉത്തരം ആരാ പറയേണ്ടത്? അവർക്ക് ചിന്തിക്കാൻ വേണ്ടി ഒരു ചിന്ത ഇട്ട് കൊടുക്കുക. അടുത്ത രണ്ടാമത്തെ വാക്യത്തിൽ അടുത്ത ചോദ്യം ഇവിടെ നമ്മൾ കാണുന്നത്, തെറ്റായ ഉപദേശിക്കുന്ന ദുരുപദേശകന്മാർ, ഫോൾസ് ടീച്ചേഴ്സ്, അവരെ പറഞ്ഞ് മോശയുടെ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലെ നന്മയും, അബ്രഹാമിൻ്റെ ആടുമാടുകൾ, ലോത്തിൻ്റെ ആടുമാടുകളും, ഇതൊക്കെ പ്രസംഗ വിഷയങ്ങളാണ്. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞു, യൂട്യൂബിൽ ഒത്തിരി ഉണ്ട്. ഇപ്പം യൂട്യൂബിലുണ്ടെന്ന് പറയാൻ പണ്ട് തൊട്ടുള്ളതാണ്. അപ്പം ഈ ജോസഫിന് ഫറവോനോട് കൂടി നിന്നപ്പോൾ കിട്ടിയ വലിയ സ്ഥാനവും, അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞ് ജനത്തെ ഇളക്കുമ്പോൾ, ജനത്തെ മാറ്റിക്കളയുമ്പോൾ, അങ്ങനെയാണ് ഇവിടെ സംഭവിച്ചത്. അപ്പോൾ എന്നിട്ട് പൗലോസ് ആ കാര്യം കറക്റ്റ് ചെയ്യുമ്പോൾ പൗലോസിനോട് പറയും, പഴയ നിയമത്തിലുണ്ടല്ലോ, അതും ബൈബിളല്ലേ? സത്യമാ ബൈബിൾ, പഴയ നിയമം അല്ല നമ്മുടെ പ്രമാണം. അതുകൊണ്ടാണ് പുതിയ നിയമം സ്ഥാപിക്കുവാൻ പഴയ നിയമം നമ്മൾ പറയാം. നമ്മുടെ ആരാധന പ്രമാണം പഴയ നിയമമല്ല, രക്ഷ പഴയ നിയമത്തിലില്ല, സ്നാനം പഴയ നിയമത്തിലില്ല. ഇവിടെ അതുകൊണ്ടാണ് താഴോട്ട് വരുന്നുണ്ട്. താഴോട്ട് വരുമ്പോൾ പൗലോസ് ചോദിക്കുക, ന്യായപ്രമാണം മാറ്റി പുതിയ നിയമം തന്ന എന്തിനാ? രണ്ടാം അധ്യായത്തിൽ മുഴുവൻ ചോദിച്ചു. എന്നിട്ടാണ് ഇവിടെ പറയുന്നത്, നിങ്ങൾ ഇത് രണ്ടുകൂടി മിക്സ് ചെയ്യില്ലേ എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ പഴയ നിയമം എന്തിനാ എന്ന് മനസ്സിലാകണം. അത് നിഴലാ, യഹോവയായ ദൈവം ഇസ്രയേലിനോട് ഇടപെട്ടത് മനസ്സിലാകാൻ വേണ്ടിയാണ്. സൃഷ്ടി തൊട്ടുള്ള ഇതുവരെയും ദൈവം മനുഷ്യവർഗത്തോട് എങ്ങനെ ഇടപെട്ടത്,
ഇസ്രയേലിന് മാത്രമേ ദൈവമക്കളായി തീരുവാൻ കഴിയത്തുള്ളൂ. അത് മനസ്സിലായാൽ മാത്രമേ ഇന്ത്യനായ, ഭാരതീയനായ, മലയാളിയായ എനിക്കും നിങ്ങൾക്കും, നമുക്ക് അവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും ഉണ്ടോ ഗോത്രം പറയാനുണ്ടോ? ഇല്ല, ഗോത്രമൊന്നും പറയാൻ, യഹൂദ ഗോത്രം എന്നോ വല്ല ബെന്യാമിൻ ഗോത്രമൊക്കെ. ചിലരൊക്കെ നമ്മൾ കിച്ചൂടൊക്കെ ഒന്ന് പുകഴും, പക്ഷേ അല്ലെങ്കിൽ ഗോത്രമൊന്നും പറയാൻ നമുക്ക് അറിയില്ല. നമ്മൾ ആരും യഹൂദന്മാരും അല്ല, അത് സത്യമല്ലേ? അപ്പം നമുക്കും ദൈവത്തിൻ്റെ മക്കളായി തീരുവാൻ കഴിയുന്നത് എത്ര ഭാഗ്യമാ എന്ന് മനസ്സിലാകണമെങ്കിൽ പഴയ നിയമം വായിക്കണം. അവിടെ ഒരു ഭാരതീയനും, അന്നുമുണ്ട് ഹിന്ദുദേശം, ബൈബിളിലുണ്ട്, ഒരു ഭാരതീയനും ദൈവമക്കളായി തീരുവാൻ ഇനി ആഗ്രഹമുണ്ടേ പോലും, ഇനി എത്ര വില കൊടുത്താൽ പോലും പറ്റത്തില്ല. ക്രിസ്തുവിൽ കൂടാണ് നമ്മളെല്ലാവരും കർത്താവിൽ ഒന്നാക്കി തീർത്തത്. അപ്പം അത് മനസ്സിലാകാൻ വേണ്ടിയാണ് പഴയ നിയമം വായിക്കുന്നത്. അത് നമ്മുടെ ആരാധന പ്രമാണമല്ല. അവിടുത്തെ കാര്യങ്ങൾ നമ്മുടെ കുടുംബജീവിതത്തിൽ ആപ്ലിക്കബിൾ അല്ല. അവിടുത്തെ കാര്യങ്ങളൊന്നും നമ്മുടെ ആരാധന, നമ്മുടെ പ്രാർത്ഥന, അവിടെ ആരാധന ഇല്ലല്ലോ. പഴയ നിയമത്തിൽ എന്തില്ല? വിശ്വാസികൾക്ക് പ്രാർത്ഥിക്കാൻ അവകാശമില്ല. അവിടെ ലേവ്യ ഗോത്രം അല്ലെങ്കിൽ ശുശ്രൂഷ ചെയ്യുവാൻ പറ്റത്തില്ല. ഇവിടെ നമ്മളെല്ലാവരും ആരാ? ശുശ്രൂഷകർ. അപ്പോൾ അതിൻ്റെ ആ വ്യത്യാസം ഗലാത്യ സഭയോട് പറയുക, നിങ്ങൾ രണ്ടും മിക്സ് ചെയ്യില്ല. അതിൻ്റെ വ്യത്യാസം വളരെ വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാകണം എന്ന് പറഞ്ഞിട്ടാണ് രണ്ടാമത്തെ വാക്യത്തിൽ ആ ചോദ്യം ഒന്നുകൂടെ വായിച്ചാൽ. ഞാൻ ഇതൊന്നു മാത്രം നിങ്ങളോട് ഗ്രഹിപ്പാൻ ഇച്ഛിക്കുന്നു, നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാലോ? ഇത് പഴയ നിയമത്തിൽ എഴുതിയിട്ടുണ്ട്. അതാണ് ഞങ്ങൾ ആ പ്രവൃത്തിയാണ് ചെയ്യുന്നത് എന്ന് പരിച്ഛേദന തൊട്ട് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചത് എങ്ങനെ? ഈ പഴയ നിയമ പ്രവൃത്തി ചെയ്തിട്ടാണോ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ? അതോ ക്രിസ്തുവിൽ കൂടുള്ള, താഴോട്ട് വരുന്നുണ്ട്, ക്രിസ്തുവിൽ കൂടുള്ള വിശ്വാസം, ദ ഫെയ്ത്ത് ഇൻ ക്രൈസ്റ്റ്, അതിൻ്റെ പ്രൈസ് ലോർഡ്, ആ വിശ്വാസത്താലാണോ? അല്ലല്ലേ നമ്മൾ കാശ് കൊടുത്തിട്ടാണ് ഇവിടെ ആരെങ്കിലും രക്ഷിക്കപ്പെട്ടനോ? നമ്മൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ടപ്പോൾ, ഇന്ന് തൊട്ട് എൻ്റെ യേശുവിന് വേണ്ടി ജീവിക്കും, എൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ആര് നോക്കിക്കോളും? യേശു കർത്താവ് നോക്കിക്കോളും, തമ്പുരാൻ നോക്കിക്കോളും എന്ന് ദൈവസന്നിധിയിൽ സമർപ്പിച്ചത്. അപ്പം വി ഹാവ് ബിക്കം ദ ചിൽഡ്രൻ ഓഫ് ഗോഡ് ബൈ ഫെയ്ത്ത്. വിശ്വാസത്തിൻ്റെ പ്രമാണമാണ്, വിശ്വാസ ജീവിതമാണ്. എന്തു വന്നാലും നമുക്കൊരു വിശ്വാസം, എൻ്റെ കർത്താവ് എന്നെ കൈവിടത്തില്ല, എൻ്റെ കർത്താവ് ദോഷമായിട്ടൊന്നും എൻ്റെ ജീവിതത്തിൽ ചെയ്യത്തില്ല. അപ്പം വിശ്വാസമാണ്. ഇവിടെ പുതിയ നിയമത്തിൽ വിശ്വാസമാണ്, പഴയ നിയമത്തിൽ ന്യായപ്രമാണം, ഒരു സെറ്റ് ഓഫ് റൂൾസാണ്. ഇത് തമ്മിൽ വലിയ വ്യത്യാസം. ഗലാത്യ സഭയോട് പറയുക, കുറച്ച് ആചാരങ്ങളും പ്രവൃത്തികളും കുറച്ച് റൂൾസും അല്ല ക്രിസ്തീയ ജീവിതം. ക്രിസ്തീയ ജീവിതം വിശ്വാസവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും നമ്മളെ നടത്തുന്ന ആ വചന സത്യവുമാണ്. നമുക്ക് പ്രമാണമുണ്ട്, ആ പ്രമാണത്തെ ബേസ് ചെയ്ത് തന്നെയായിരിക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ നടത്തുന്നത്. അപ്പോൾ അത് മിക്സ് ചെയ്യല്ല. എന്നിട്ട് അവരോട് ചോദിക്കുക, നിങ്ങൾക്ക് എങ്ങനെയാണ് ആത്മാവ് പകർന്നത്? ക്രിസ്തീയ ജീവിതം തുടങ്ങിയത് എങ്ങനെ? അത് നിങ്ങളൊന്ന് പറ. നിങ്ങൾ ജാതികളിൽ നിന്ന് വന്നവരല്ലേ. വീണ്ടും താഴോട്ട് മൂന്നാമത്തെ വാക്യം. രക്ഷിക്കപ്പെട്ടോ തൊട്ട് എന്തുകൊണ്ടാണ്? ചുമ്മാ രക്ഷിക്കപ്പെട്ടവർ കാണും, ചുമ്മാ സ്നാനപ്പെട്ടവർ നല്ല ഭൂരിഭാഗം പെന്തക്കോസ്ത് സമൂഹത്തിൽ കാണും. അവരെ പറ്റി ഒന്നും ഞാൻ പറയുന്നില്ല, അവരോട് പറഞ്ഞിട്ടും കാര്യമില്ല, എത്ര പറഞ്ഞാലും ഇല്ല, ഇങ്ങനെ കല്ലുപോലെ ഇരിക്കും. അത് മാത്രമേ ഉള്ളൂ കാര്യം. ആരോ പറഞ്ഞു രക്ഷിക്കപ്പെടാൻ, കഷ്ടത വന്നപ്പോൾ, കടം വന്നപ്പോൾ, പ്രശ്നം വന്നപ്പോൾ ആരോ പറഞ്ഞു സ്നാനപ്പെടാൻ. സ്നാനപ്പെടേണ്ട പാസ്റ്റർ ചോദിച്ചു, സ്നാനപ്പെടണോ? എന്നാൽ നീ ഏറ്റു പറഞ്ഞാലേ പറ്റൂ. അങ്ങനെ ഏറ്റു പറഞ്ഞു സ്നാനപ്പെട്ടവരൊക്കെ കാണും. നമ്മുടെ മധ്യത്തിൽ അങ്ങനെ ആരുമില്ല എന്ന് ഞാൻ വിശ്വസിക്കും. അപ്പം നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പം തൊട്ട് കണ്ണുനീരോടുകൂടി ദൈവസന്നിധിയിൽ സമർപ്പിച്ച്, എൻ്റെ സൃഷ്ടായ കർത്താവിന് വേണ്ടി ജീവിച്ചോളാം എന്ന് സമർപ്പിച്ചാണല്ലോ നമ്മളിവിടെ ഇരിക്കുന്നവർ രക്ഷിക്കപ്പെട്ടത്, സ്നാനപ്പെട്ടത് കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച്. അപ്പം ആത്മാവിലാണ് തുടങ്ങിയത്. ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം തുടങ്ങിയത് എങ്ങനെയാണ്? അപ്പം ആത്മാവിൽ തുടങ്ങിയിട്ട് നിങ്ങളിപ്പം ചില ബാഹ്യ പ്രവർത്തികൾ, കാരണം ജഡത്തിൻ്റെ പ്രവൃത്തികളിൽ വന്നങ്ങ് നിൽക്കുവാണല്ലോ. പഴയ നിയമവും പിടിച്ചോണ്ട് പഴയ നിയമത്തിലുണ്ടല്ലോ, അല്ലെങ്കിൽ പഴയ നിയമമാണ് ന്യായപ്രമാണം. മനസ്സിലാക്കണം, ദ ലോ ന്യായപ്രമാണത്തിലുണ്ടല്ലോ എന്ന് പറഞ്ഞ് ചില പ്രവൃത്തികൾ ഇനി മുമ്പോട്ട് വരുമ്പോൾ ഉത്സവങ്ങളുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ പ്രാധാന്യത കൊടുക്കാൻ തുടങ്ങി. പെസഹ തൊട്ടുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ ഓരോ കാര്യത്തിനൊക്കെ നിങ്ങൾ ജാതികളായിരുന്നപ്പോൾ ഉത്സവം ആചരിച്ചല്ലേ എന്ന് മുൻപോട്ട് വരുമ്പോൾ ഗലാത്യ ലേഖനത്തിൽ പറയുന്നുണ്ട്. അത് നമുക്ക് ചിന്തിക്കാം. ഇതെല്ലാം തുടങ്ങിയത് എങ്ങനെയാണ്? ആത്മാവിൽ. ഒരു വ്യക്തിയുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉള്ളിടത്തോളം അവർ ദൈവ പൈതലാണ്. ഞാനിപ്പം ദേവദാസനായിരിക്കും, നാളെ പരിശുദ്ധാത്മാവ് എന്നെ വിട്ടുപോയാൽ ലോകം ആ ഒരു ഡെസിഗ്നേഷൻ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ഐഡിയുമുണ്ട്, പാസ്റ്റേഴ്സ് അല്ലെ പാസ്റ്റർ സഭ നടത്തുന്നോളം, അല്ലെങ്കിൽ ഒരു ഇവാഞ്ചലിസ്റ്റ്, അങ്ങനെ ലോകം വിളിക്കുമായിരിക്കും. പക്ഷേ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ നിന്ന് മാറിപ്പോയ ഞാനൊരു ദൈവ പൈതൽ പോലുമല്ല. കൊരിന്ത്യ സഭയോട് പറയുക, കൊരിന്ത്യ സഭയോട് കർശനമായി പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഗലാത്യ സഭയോടും പറയുക, നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ഓർത്തോണം ആത്മാവിലാണ് തുടങ്ങിയത്. പക്ഷേ അനുസരണക്കേട് നിമിത്തം
അനുസരണക്കേട് നിമിത്തം നിങ്ങളുടെ ഉള്ളിലെ പരിശുദ്ധാത്മാ വിട്ടുപോയാൽ നിങ്ങളൊരു ദൈവ പൈതൽ പോലും അല്ല. അപ്പോൾ ആരാണ് ദൈവ പൈതൽ? റോമാലേഖനം ഒന്ന് വായിച്ച റോമൻസ് ചാപ്റ്റർ 8 വേഴ്സ് 8 and 9. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയില്ല. നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. ഞാൻ അതിലേക്ക് ഡീറ്റെയിലേക്ക് പോകുന്നില്ല, വാക്ക് എത്ര ക്ലിയറാണ്. നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഏത് സ്വഭാവം വരും? ഈ ജഡം എന്നൊക്കെ പറഞ്ഞിട്ട് പഴയ മലയാളം പറഞ്ഞിട്ട് ഞാൻ അതിനെ കോംപ്ലക്സ് ആക്കുന്നില്ല. ശരീര സ്വഭാവം, എൻ്റെ സ്വഭാവം, എനിക്കൊരു വ്യക്തിത്വമുണ്ട്, ഞാൻ മാറത്തില്ല, ആര് പറഞ്ഞാലും കേൾക്കത്തില്ല, ഞാൻ പണ്ട് തൊട്ടിങ്ങനെ എന്നൊക്കെ ആ പറയുന്ന നമ്മുടെ ഉള്ളിൽ തോന്നിക്കുന്ന ആ സ്വഭാവം, മൈ പേഴ്സണാലിറ്റി. എനിക്കിങ്ങനെ ചില സ്വഭാവങ്ങളുണ്ട്, എനിക്കിങ്ങനെ ചില ഇഷ്ടങ്ങളുണ്ട്, എനിക്ക് ചില പദ്ധതികളുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ ഈ ശരീരം പറയുന്ന പോലെ കേൾക്കും പരിശുദ്ധാത്മാവില്ലെങ്കിൽ. എന്നിട്ട് ഇവിടെ എഴുതിയിരിക്കുക, ആത്മാവ് നിങ്ങളുടെ ഉള്ളിലില്ലെങ്കിൽ നിങ്ങൾ പാപം ചെയ്യും, നിങ്ങൾ ജഡസ്വഭാവങ്ങൾ ചെയ്യും, നിങ്ങൾ വെറും ചെടീകര. ആത്മാവ് നിങ്ങളുടെ ഉള്ളിലില്ലെങ്കിൽ, ഇഫ് ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് ഡസൻറ്റ് ഡ്വെൽ ഇൻ യു, യു നോട്ട് ചിൽഡ്രൻ ഓഫ് ഗാഡ്. നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളല്ല. അപ്പോൾ ഈ ആത്മാവിൻ്റെ പേരെന്തുവാണ്? പെന്തക്കോസ്തിൻ്റെ ആത്മാവെന്നല്ല. ഈ ആത്മാവിൻ്റെ പേരെന്തുവാ? ഇത് ദൈവത്തിൻ്റെ ആത്മാവാണ്, പരിശുദ്ധാത്മാവാണ്. ഇതിൻ്റെ സഭയിലുള്ളവർക്കും അല്ല. ഇതേത് ദൈവവൈതലും വചനപ്രകാരം ജീവിക്കുമ്പോൾ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവവചനപ്രകാരം ജീവിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ നിറയ്ക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ വസിക്കണമെങ്കിൽ ഞാൻ ഈ മൺപാത്രത്തെ വിശുദ്ധിയോടുകൂടി I have to sanctify myself. I have to clean up. ദൈവവചനത്താലും യേശുവിൻ്റെ രക്തത്താലും ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നിടത്തോളം പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ കാണും. പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിലുള്ളിടത്തോളം ഞാൻ ദൈവ പൈതല എന്ന് വ്യക്തമായിട്ട് ഇവിടെ പറഞ്ഞിട്ടാണ്. അപ്പം നമ്മൾ ഈ അഭിഷേകം പ്രാപിക്കാൻ വേണ്ടിയൊക്കെ ഈ ദിവസങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. എന്തിനാണ്? അത് നല്ലൊരു മനോഹരമായ വാക്യമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു പോയതാ. ഒന്ന് യോഹന്നാൻ 2-ാം അധ്യായം 1-2 വാക്യം അതിൽ നിന്ന് വായിക്കാം. 1 John chapter 2 ആദ്യം വേഴ്സ് 17 17-ാമത്തെ വാക്യം. ആ അദ്ദേഹത്തിൻ്റെ അകത്ത് പറഞ്ഞു വരുന്ന കാര്യമാണ് എന്തിനാണ് പരിശുദ്ധാത്മാവ്. ലോകമോഹം നമ്മുടെ ഉള്ളിൽ നിന്ന് ഒഴിഞ്ഞു പോകുവാൻ, ദൈവേഷ്ടം ചെയ്യണമെങ്കിൽ. യെസ്, താഴോട്ട് 20-ാമത്തെ വാക്യം. യു ആർ അനോയിന്റഡ് ബൈ ദ ഹോളി വൺ. നിങ്ങളോ ആരാണ് അഭിഷേകം പ്രാപിക്കുന്ന? ശരിയാണ്, നല്ല ബുധനാഴ്ചയൊക്കെ ഞാൻ ശ്രദ്ധിച്ചു, നല്ലപോലെ ആരും കൊണ്ട് ശക്തിപ്പെടുന്നില്ല. ഇടയ്ക്കൊക്കെ ശക്തിപ്പെടുന്ന ഞാൻ കണ്ടു. അപ്പം ശക്തിപ്പെടുന്ന സമയത്ത് ശരിയാ, ദൈവദാസന്മാർ ഒന്ന് തലയെ കൈവിടുകയും തൊടുമ്പോൾ അവരുടെ മേലുള്ള അഭിഷേകവും അവർക്കതൊരു ബൂസ്റ്റാണ്, ഒരു ബാറ്ററി ബൂസ്റ്റ് ചാർജ് ചെയ്യുന്ന പോലെ അങ്ങനെ അഭിഷേകം പ്രാപിക്കും. പക്ഷേ ദൈവദാസന്മാർ ഇങ്ങനെ ഓരോരുത്തരുടെ തലയിൽ തൊട്ടോട്ട് പോയാലൊന്നും അഭിഷേകം പ്രാപിക്കത്തില്ല. അഭിഷേകം നിറയ്ക്കുന്ന ആരാ? അതൊരാൾ അതിനുവേണ്ടി ഏകദേശം ഒരുങ്ങി ശക്തിപ്പെട്ട് വരുമ്പോഴാണ് അതിനൊന്ന് ബൂസ്റ്റ് ചെയ്യുവാൻ ദൈവദാസന്മാരോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുമ്പോൾ അവരുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കും. പരിശുദ്ധാത്മാവ് ആരാ നിറയ്ക്കുന്നത്? ഇവിടെ എഴുതിയിട്ടുണ്ടല്ലോ, പരിശുദ്ധനാൽ നിങ്ങൾ അഭിഷേകം പ്രാപിച്ചു, ഇല്ലേ? യു ആർ അനോയിന്റഡ് ബൈ ദ ഹോളി വൺ. ഇനി താഴോട്ട് അതിൻ്റെ 26-ാമത്തെ വാക്യം 26. അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു, ആരും നിങ്ങൾ ഉപദേശിപ്പാൻ ആവശ്യമില്ല, അവന്റെ അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകല ഉപദേശിക്കുകയായി. 20-ാമത്തെ വാക്യം പറയുന്നു, പരിശുദ്ധനാൽ നിങ്ങൾ അഭിഷേകം പ്രാപിച്ചു, നിങ്ങൾക്ക് സർവ്വവും അറിയുന്നു. യു നോ എവറിത്തിങ്. അപ്പോൾ എന്തിനാണ് അഭിഷേകം? എല്ലാം അറിയുവാൻ, എല്ലാ വിഷയങ്ങളും പരിശുദ്ധാത്മാവ് ക്ലിയറായിട്ട് സംസാരിക്കും, അത് നമുക്ക് മനസ്സിലാകുവാൻ. അപ്പോൾ നിങ്ങൾ പരിശുദ്ധനാൽ അഭിഷേകം പ്രാപിച്ചു. ഈ വാക്യങ്ങൾ ഒരിക്കലും മറക്കല്ലേ. 26-ാമത്തെ വാക്യം പറയുന്ന ദൈവത്തിൻ്റെ അഭിഷേകം നിങ്ങളെ വഴി നടത്തും, സകല വഴികളിലും നിങ്ങളെ വഴി നടത്തും. അപ്പം പരിശുദ്ധനാൽ നിങ്ങൾ അഭിഷേകം പ്രാപിച്ചു. ആ 26-ാമത്തെ വാക്യത്തിൽ ആ അഭിഷേകം നിങ്ങളെ എന്ത് ചെയ്യും? ദാറ്റ് അനോയിൻറ്റ്മെൻറ്റ് വിൽ ലീഡ് യു ഓൺ. എവിടെ വരെയാണ്? ഇപ്പോൾ ആൾക്കാർ മൈഗ്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് പറയും ഏതെങ്കിലും ഒരു രാജ്യം വരെ. നോ, ഇവിടുത്തെ എല്ലാ രാജ്യത്തിലും പിശാചിൻ്റെ നല്ല ശക്തിയാണ്. ഇനി ഭാരതത്തിനേക്കാൾ അന്യാരാധനയും നിരീശ്വരവാദമാണ് നിങ്ങൾ ചെല്ലാൻ പോകുന്ന രാജ്യങ്ങൾ. പാപവുമാണ്. ഭാരതത്തിനേക്കാൾ വ്യഭിചാരവും മദ്യപാനവും അത് ദിവസേന അതിനൊരു കുഴപ്പവുമില്ലാത്ത പാപമായിട്ട് അംഗീകരിച്ച പാപങ്ങളാണ്. പ്രൈസ് ലോർഡ്, നിങ്ങൾ ഇനി ചെല്ലാൻ പോകുന്ന അല്ലെങ്കിൽ ദൈവം അയക്കാൻ പോകുന്നത്. അപ്പം ഭാരതത്തിൽ നിൽക്കുന്നതിനേക്കാൾ ഇത്രയും 33 കോടി ദൈവങ്ങളുള്ള ഭാരതത്തിൽ നിൽക്കുന്നതിനേക്കാൾ എത്ര ശക്തിയോടുകൂടി വേണം നിങ്ങൾ ഓരോ സ്ഥലത്ത് പോകുവാൻ. പ്രൈസ് ലോർഡ്, അഭിഷേകം പ്രാപിച്ചു. അവിടെ എവിടെ നിങ്ങൾ പോയാലും, എവിടെ ദൈവം നിങ്ങളെ അയച്ചാലും നിങ്ങൾ പരിശുദ്ധനാൽ അഭിഷേകം പ്രാപിച്ച് ആ അഭിഷേകമാണ് നിങ്ങളെ വഴി നടത്തുന്നത്. നിത്യതയോളം നിങ്ങളെ വഴി നടത്തും. നിങ്ങൾ മറന്നു പോകല്ലേ. താഴോട്ട് അതിൻ്റെ 4-ാമത്തെ വാക്യം. ഇത്രയെല്ലാം വെറുതെ അനുഭവിച്ചുവോ? വെറുതെ എത്ര എന്ന് വരികിൽ എന്നാൽ നിങ്ങൾക്ക് ആത്മാവിനെ നൽകി
ഇത്രയെല്ലാം നിങ്ങൾ വെറുതെ അനുഭവിച്ചോ? വെറുതെ എന്ന് വരല്ലേ. എന്തുവാണ്? ഒത്തിരി കഷ്ടതയിൽ കൂടെ അവർ കടന്നുപോയി. ഈ ഗലാത്യർ ജാതികളിൽ നിന്ന് വരാൻ ഒത്തിരി കഷ്ടതയും, അല്ലെങ്കിൽ ഓരോരുത്തർ വിശ്വാസത്തിൽ വരാൻ ഒത്തിരി വില കൊടുത്തു. ഇവിടേക്ക് നമുക്ക് ഓരോരുത്തർക്കും പറയാനുണ്ട്. നമ്മൾ വിശ്വാസി വന്ന നിമിത്തം അനുഭവിച്ച വില, നിന്ന, കഷ്ടത, ആൾക്കാർ തള്ളിക്കളഞ്ഞ് അനുഭവിച്ച കഷ്ടങ്ങൾ നമുക്ക് വലിയ ലിസ്റ്റുകൾ നമുക്ക് പറയുവാൻ കാണും. ഗലാത്യ സഭയോട് പറയുവാൻ, നിങ്ങൾ ഇത്രയും പ്രയത്നിച്ചു, നിങ്ങൾ ഇത്രയും അധ്വാനിച്ചു, നിങ്ങൾ ഇത്രയും വില കൊടുത്തു, ഇതെല്ലാം വെറുതെ ആയി പോകല്ലേ. നിങ്ങൾ വില കൊടുത്തെങ്കിൽ അതനുസരിച്ച് നിൽക്കണം. ഒന്നും വെറുതെ ആയപ്പോൾ നിങ്ങളുടെ മേൽ കൃപ പകർന്നെങ്കിൽ അത് വ്യർത്ഥമായി പോകല്ലേ. നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുന്നത് പോലും എന്തായി തീരല്ലേ, വ്യർത്ഥമാകല്ലേ. ചിലരൊക്കെ പ്രാർത്ഥിക്കും, ചുമ്മാ പ്രാർത്ഥിക്കാൻ പറയാം, ഇങ്ങനെ ഇരിക്കുന്നതാണ്. ബൈബിൾ വായിക്കാൻ പറഞ്ഞാൽ ഞാൻ പല പ്രാവശ്യം വായിച്ചതാണ്, 100-200 പ്രാവശ്യം ഞാൻ ബൈബിൾ മുഴുവൻ വായിച്ചു എന്ന് പറയുന്നവരെ കണ്ടിട്ടുണ്ട്. ഒന്നും തലയ്ക്കകത്ത് കയറിയില്ലെങ്കിൽ, ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചില്ലെങ്കിൽ, ജീവിതത്തിൽ പ്രവർത്തിച്ചില്ലെങ്കിൽ 200 അല്ല 2000 പ്രാവശ്യം വായിച്ചിട്ടുമല്ല. ബൈബിൾ റീഡിംഗ് പ്ലാനൊക്കെ പണ്ട് തൊട്ടുണ്ടല്ലോ. ഒരു ബൈബിൾ റീഡിംഗ് പ്ലാനും കൊണ്ട് ആ പഴയ നിയമത്തിലെ 2 അധ്യായം, പുതിയ നിയമത്തിലെ 1 അധ്യായം, പഴയ നിയമത്തിലെ 2 അധ്യായം, പുതിയ നിയമത്തിലെ വായിച്ചങ്ങ് തീർക്കുക. ഇതങ്ങനെ ചാൾസ് ഡിക്കൻസിൻ്റെ അല്ലെങ്കിൽ എന്തെങ്കിലും ആരുടെങ്കിലും പുസ്തകം വായിച്ച് തീർക്കുന്ന പോലെ തീർക്കാൻ പറ്റുന്ന കാര്യമല്ല ദൈവമക്കളെ. ഇതിൻ്റെ ഒരു വചനത്തിൽ എന്തുവേണ്ടി ആഴങ്ങളുണ്ടെന്നറിയാം. അവിടെ നിർത്തും നിന്നെ. നീ മുൻപോട്ട് പോകാൻ നിന്നെ സ്പർശിക്കുന്ന ഒരു വചനം അവിടെ നിന്നെ പിടിച്ച് നിർത്തും. കർത്താവിനൊരു സ്വഭാവമുണ്ട്, അത് നീ ഈ കാര്യം പറഞ്ഞിട്ട് പോയാൽ മതി മുൻപോട്ടെന്ന് പറയും. പത്രോസിനോട് ചോദിച്ചതാ, അല്ലല്ലോ ഒത്തിരി എന്നെയാണ് നിന്നെ സ്നേഹിക്കുന്നു. സത്യം പറഞ്ഞിട്ട് മുൻപോട്ട് പോയാൽ മതി. വീണ്ടും നമ്മളെ കൊണ്ട് ആ ഉള്ള കാര്യം പറയിപ്പിക്കുന്നത് വരെ വീണ്ടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുക. അതാ വചനത്തിൻ്റെ പ്രത്യേകത. അപ്പം ആത്മാവിൽ വായിക്കുന്നതും ചുമ്മാ അത് പുസ്തകം വായിച്ചു പോകുന്ന പോലെ വായിച്ചു പോകുന്നതും ഹിന്ദുക്കൾ വായിക്കുന്നുണ്ട്, ബൈബിൾ മുസ്ലിംസ് വായിക്കുന്നുണ്ട്, അറിവ് പ്രാപിക്കാൻ അനേക ജ്ഞാനികൾ വായിക്കുന്നുണ്ട്. പ്രൈസ് ലോർഡ്. ഹാലലൂയ. സമുദായികൾ ക്രിസ്ത്യാനികൾ വായിക്കുന്നുണ്ട്, വിശ്വാസികൾ വായിക്കുന്നുണ്ട്. അത് പ്രവർത്തിച്ചില്ലെങ്കിൽ, ഒരാൾ വചനം വായിക്കുന്നുണ്ടെങ്കിൽ ആ ജീവിതത്തിൽ, അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ കണ്ടു, നിങ്ങൾ ഈ വില കൊടുത്തതെല്ലാം വെറുതെ ആയിപ്പോൾ. അപ്പം നമ്മൾ പ്രാർത്ഥിക്കുന്നത് അത് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കണം, പ്രയോജനമായി തീരണം. നമ്മൾ പാട്ടുകൾ പാടുന്നത് ചുമ്മാ ട്യൂണിന് വേണ്ടിയല്ല പാട്ടുകൾ പാടുന്നത്, അതിന് നമ്മൾ അർത്ഥമുള്ള പാട്ടുകൾ നോക്കിയെടുക്കുന്നത്. അല്ലെ, അത് ഉച്ചരിക്കാൻ ഇച്ചിരി പാടൊക്കെ കാണും, കാരണം അതിൻ്റെ കനമായ വാക്കുകളൊക്കെ കാണും. പക്ഷേ ഹല്ലേലൂയ, ആ അർത്ഥം ധ്യാനിച്ച് പാടിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ പ്രയോജനം ചെയ്യും. ബൈബിൾ വായിക്കുന്നത് എല്ലാം നമ്മൾ ദൈവത്തിന് വേണ്ടി ചെയ്യുന്നത് ഓരോന്നും പൂർണ്ണ മനസ്സോടുകൂടി അത് സ്വർഗത്തിന് പ്രയോജനമായിട്ട് ചെയ്യുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അതുകൊണ്ടാണ് 4-ാമത്തെ, നിങ്ങൾ ഈ പ്രയത്നിച്ചതും വില കൊടുത്തതും എല്ലാം വെറുതെ ആയി പോവാണോ? നിങ്ങൾ മറ്റൊരു സുവിശേഷത്തിലേക്ക് പോകുമ്പോൾ ലോകത്തിൻ്റെ നന്മ അല്ലെങ്കിൽ ലോകത്തിൽ വല്ലതും കിട്ടും. ഇവിടെ അല്ലല്ലോ നമ്മൾ സുഖമായിട്ട് താമസിക്കുന്നത്. ഇവിടെ താൽക്കാലിക ജീവിതം, ടെമ്പററി. നമ്മൾ ഗൾഫിലൊക്കെ പോയാൽ ഓരോ രാജ്യങ്ങൾ പോകുമ്പോൾ കഷ്ടിച്ച് ജീവിക്കുന്നു. പ്രായമാകുമ്പോൾ തിരിച്ചെൻ്റെ നാട്ടിൽ പോവും, ഞാനവിടെ സന്തോഷമായിട്ട് താമസിക്കുമെന്ന് ആൾക്കാർ ചിന്തിക്കുന്ന പോലെ തന്നെ ഇവിടെ ഒരു താൽക്കാലിക ജീവിതം. കർത്താവ് ഉണ്ട്, ഇങ്ങ് വന്നോ, തിരിച്ചെന്നെ വിളിക്കുന്നത് വരെ ഉള്ളൂ എൻ്റെ ജീവിതം. നിങ്ങളുടെ ഓരോരുത്തരുടെ അത് കഴിഞ്ഞ് ഇവിടെ ഇങ്ങനോട് കടിച്ചു തൂങ്ങിക്കിടക്കാനൊന്നും ചിന്തിക്കല്ലേ. ഇവിടെ ഒരു താൽക്കാലിക ജീവിതം, ഇറ്റ്സ് എ മിഷൻ. ഒരു മിഷന് വേണ്ടിയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ അഭിഷേകം ചെയ്ത് ദൈവം നിങ്ങളെ അയക്കുന്നത്. ആ പ്രവൃത്തി നിവർത്തിക്കട്ടെ. 5-ാമത്തെ വാക്യം. ഈ അത്ഭുതങ്ങളെ ചെയ്ത് നിങ്ങളുടെ ഇടയ്ക്ക് വീര്യപ്രവൃത്തികൾ ചെയ്യുന്ന ദൈവം ഈ ന്യായപ്രമാണത്തിനെ പ്രൂവ് ചെയ്യുവാനല്ല. എന്തിനാ നിങ്ങളുടെ ഇടയ്ക്ക് അത്ഭുതങ്ങളുടെ അടയാളം ചെയ്യുന്നത്? വിശ്വാസത്തിൽ അല്ലെങ്കിൽ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളും കൊണ്ട് നിൽക്കല്ലേ. പുതിയ നിയമം ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം സ്വർഗത്തിൽ പോകണമെങ്കിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവത്തിൻ്റെ വീര്യപ്രവൃത്തിയും, പുതിയ നിയമവചനം ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം, നിത്യജീവിതം, കർത്താവിന് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ ചെയ്യുവാൻ കഴിയും, ടു എക്സ്പീരിയൻസ് ക്രൈസ്റ്റ്, ടു ടേസ്റ്റ് ക്രൈസ്റ്റ്, ക്രിസ്തുവിനെ ഒന്ന് അനുഭവിച്ചറിയുവാനാണ് നിങ്ങളുടെ ജീവിതത്തിൽ. അപ്പം ദൈവം ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ദൈവത്തിൻ്റെ വചനം അല്ലെങ്കിൽ നമ്മുടെ ക്രിസ്തീയ പ്രമാണം അത് നമ്മുടെ ജീവിതത്തിൽ നിവർത്തിക്കുവാൻ, അതൊന്ന് ഉറപ്പിക്കുവാൻ ഈ വിശ്വാസം എന്തുവാ, എബ്രാഹിമിൻ്റെ കാര്യം എടുത്തു പറഞ്ഞിട്ടാണ് എബ്രായ ലേഖനത്തിൽ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളെ വിശ്വാസത്തെ പറ്റി പഠിപ്പിക്കുന്നത്. അനേക ശക്തരായ ദൈവമക്കളുടെ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഹല്ലേലൂയ എബ്രായ ലേഖനം 11-ാം അധ്യായം വായിക്കുമ്പോൾ എത്ര ദൈവദാസന്മാർ, അവരൊക്കെ പഴയ നിയമത്തിലെ ദൈവദാസന്മാർ, അവരുടെ ജീവിതം പറഞ്ഞിട്ടാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ എന്ത് പഠിപ്പിക്കുന്നത്? വിശ്വാസം പഠിപ്പിക്കുന്നത്. അപ്പം നമുക്ക് ആവശ്യമുള്ളതെല്ലാം എവിടെ എഴുതിയിട്ടുണ്ട്?
എഴുതിയിട്ടുണ്ട്. പുതിയ നിയമത്തിൽ അതൊരു വിശ്വാസത്തിൻ്റെ പ്രമാണമാണ്. നമ്മളും കർത്താവുമായിട്ടുള്ള ബന്ധം ഒരു ഗോത്രത്തിലായതുകൊണ്ടല്ല, ഒരു കമ്മ്യൂണിറ്റിയിലായതുകൊണ്ടല്ല, യഹൂദനായതുകൊണ്ടല്ല. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. നമ്മളും ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നതുകൊണ്ടാണ്. ഞാൻ എൻ്റെ ജീവിതത്തെ പൂർണ്ണമായിട്ട് ദൈവസന്നിധിയിൽ സമർപ്പിച്ചതുകൊണ്ടാണ്. വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളായി തീരുവാനുള്ള അവകാശം കൊടുത്തു എന്നാണ് യോഹന്നാൻ സുവിശേഷത്തിൽ. അപ്പം ഞാനും ഞാൻ സ്വർഗം കണ്ടിട്ടില്ല, ബട്ട് ഐ ബിലീവ് എനിക്ക് വേണ്ടി ഒരു ഭവനം കർത്താവ് ഒരുക്കുന്നു. നിത്യജീവനെപ്പറ്റി എനിക്ക് അറിയത്തില്ല, പക്ഷെ വെളിപ്പാട് പുസ്തകമൊക്കെ പഠിച്ചപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ എങ്ങനെ ദൈവത്തിൻ്റെ മണവാട്ടിയായി തീരും? ദൈവം എത്ര വലിയവനാ, എൻ്റെ ഈ ശരീരം എത്ര കൊച്ചതാ. ദൈവത്തിൻ്റെ സൂര്യനെ സൃഷ്ടിച്ച ദൈവം സ്വർഗത്തിൽ താൻ ഇരുന്ന് കഴിഞ്ഞാൽ ഭൂമി പാദപീഠത്തിൽ വെക്കാം. എത്ര വലിയവനാ ദൈവം. ആ ദൈവത്തിൻ്റെ ക്രിസ്തുവിൻ്റെ മണവാട്ടിയായി തീരുന്നത് എങ്ങനെയാ? ഇതൊന്നും എനിക്കറിയത്തില്ല, പക്ഷേ ഐ ബിലീവ് എ ഡേ ഈസ് കമ്മിങ് വെരി സൂൺ. എത്രയും പെട്ടെന്ന് ആ ദിവസം വരും, ഞാൻ എൻ്റെ കർത്താവിൻ്റെ മണവാട്ടിയായി തീരും. കണ്ണ് നിമിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഈ ശരീരം വിട്ട് പോകുന്നവർക്ക് ഒരു സ്വർഗീയ ശരീരം പ്രാപിച്ച് ഞാൻ ക്രിസ്തുവിൻ്റെ മധ്യാകാശത്ത് ചേരും. എനിക്കറിയത്തില്ല എങ്ങനെയാണ്, അതെൻ്റെ ബുദ്ധിയിൽ ചിന്തിക്കാൻ പറ്റത്തില്ല. സ്തോത്രം. അത് AI ഒന്നും പറഞ്ഞ് മനസ്സിലാക്കത്തില്ല. അതിൻ്റെ ലിമിറ്റ്സിൻ്റെ ബിയോണ്ടാണ്, ഹ്യൂമൻ വിസ്റ്റത്തിൻ്റെ ബിയോണ്ടാണ് അത്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു ഈ രൂപാന്തരം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു ആര് വിശ്വസിക്കണം? നിങ്ങൾ വിശ്വസിക്കണം. ഇത് വ്യക്തിപരമാണല്ലോ. ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം എന്തുവാ? കുടുംബമായിട്ടല്ല, സഭയായിട്ടല്ല. സഭയിൽ എൻകറേജ് ചെയ്യാൻ ഒരാൾ ക്ഷീണമായിട്ട് പോയാൽ പുറമെ നിന്ന് നമ്മളൊന്ന് ഉന്തി കൊടുക്കും, എൻകറേജ് ചെയ്യും. അത്രയേ ഉള്ളൂ നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ എല്ലാവരും ഓടിയാലേ പറ്റൂ. അതിൻ്റെ 6ാമത്തെ വാക്യം. ഇവിടെ വളരെ വ്യക്തമായിട്ട് എഴുതിയേക്കുന്നത് അബ്രഹാമിൻ്റെ കാര്യം എടുത്താൽ പറയുന്നത്. പഴയ നിയമക്കാരനായ എബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. റോമാലേഖനത്തിലും എബ്രാലേഖനത്തിലും ഒക്കെ എഴുതിയിരിക്കുന്നു. അതവൻ എന്ത് ചെയ്തു? വലിയ ദൈവപ്രവൃത്തിയായിട്ട്. അപ്പം ഈ എബ്രഹാമിൻ്റെ കാര്യം എടുത്ത് പറയുവാനൊരു കാര്യം കൂടെ ഉണ്ട്. ഈ പരിച്ഛേദനയൊക്കെ ഏൽക്കുന്നതിന് മുമ്പേ, ഈ പ്രമാണമൊക്കെ കൊടുക്കുന്ന, ന്യായപ്രമാണം കൊടുക്കുന്നതിൻ്റെ മുൻപേ ഉള്ളൊരു വ്യക്തിയാണ് ആര്? എബ്രഹാം. ന്യായപ്രമാണം കൊടുക്കുന്നതിൻ്റെ, പഴയ നിയമത്തിലെ ന്യായപ്രമാണം കൊടുക്കുന്നതിന് മുമ്പേ ഉള്ളൊരു വ്യക്തി. അപ്പം എബ്രഹാം നീതീകരണം പ്രാപിച്ച ഗലാത്യ സഭയോട് പറയുവാൻ, പഴയ നിയമം കൊണ്ടല്ല, മോശയുടെ പ്രമാണം കൊണ്ടല്ല, ന്യായപ്രമാണം കൊണ്ടല്ല, ഇറ്റ് ഈസ് ബൈ ഫെയ്ത്ത് ഇൻ ഗോഡ്. ക്രിസ്തുവിനെ പറ്റി അറിയത്തില്ല, പക്ഷേ ഹാലല്ലേ ദൈവത്തിലുള്ള വിശ്വാസം അതവന് നീതിയായിട്ട്. അപ്പം ഓർത്തോണം, നമ്മൾ ഏറ്റവും പ്രാധാന്യത കൊടുക്കേണ്ട കാര്യം, അല്ലെങ്കിൽ ബൈബിൾ പറയുന്ന പോലെ നിലനിൽക്കുന്ന കാര്യം. നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നിലനിൽക്കുന്നില്ല, ആരോഗ്യമോ സൗന്ദര്യമോ ഈ ലോക ജീവിതത്തിലോ ഇവിടുത്തെ ബിൽഡിങ്സോ ഈ ഹോൾ പോലും നിലനിൽക്കത്തില്ല. ഇതെല്ലാം തകർന്നു പോകുന്നേ. കാഹള ഊതട്ട് ഇതെല്ലാം താഴെ പോകും. അത്രയേ ഉള്ളൂ. ഇവിടുത്തെ പണികളെല്ലാം അത്രയേ ഉള്ളൂ, എല്ലാം താഴെ പോകും. ഇതിനു വേണ്ടി ഒന്നും കൂടുതൽ അങ്ങോട്ട് കിടന്ന് കരുതേണ്ടൊന്നും ആവശ്യമില്ല. നമ്മൾ നിലനിൽക്കും. ഇറ്റ് ഈസ് ബൈ ഫെയ്ത്ത് ഇൻ ഗോഡ്. ഞാനും എൻ്റെ കർത്താവുമായിട്ടുള്ള വിശ്വാസം. ഇനി അരിക്ക് എത്ര വില കൂടട്ടെ, ഇനി ഗവൺമെൻറ് നിയമം എത്ര എതിരാകട്ടെ, അതൊന്നും എനിക്ക് വിഷയമല്ല. ബിക്കോസ് ഹാലല്ല, എനിക്ക് എൻ്റെ ദൈവത്തിലൊരു വിശ്വാസമുണ്ട്. ഹാലല്ല പ്രൈസ്. ഇനി ആരെത്ര പ്രതികൂലം വർദ്ധിച്ചാലും, ഹാലല്ല എൻ്റെ ശരീരത്തെ കൊല്ലും എന്ന് പറഞ്ഞാലും എനിക്കത് വിശ്വാസമല്ല. ഞാൻ നിലനിൽക്കുന്നത് തന്നെ ദൈവത്തോടുള്ള വിശ്വാസം. കഴിഞ്ഞ ദിവസം ഒരു സഹോദരനോട് പറയുവാണ്, ആ സഹോദരൻ സഭയോട് ഭയങ്കര സ്നേഹമാണ്, ദേവദാസനോട് സ്നേഹം. ഞാൻ പറഞ്ഞു അല്ല, സ്നേഹം വരേണ്ടത് ആരോടാ? ഞങ്ങളൊക്കെ എൻകറേജ് ചെയ്യുന്ന പണിക്കാരും. ക്രിസ്തുവിനോട്, ദൈവത്തോടുള്ള സ്നേഹം ശരിക്കും വന്നാൽ അവർ നിലനിൽക്കും ദൈവമക്കളെ. ഇറ്റ് ഈസ് ബൈ ഫെയ്ത്ത് ഇൻ ഗോഡ്. അപ്പം ഇവിടെ 6ാമത്തെ വാക്യത്തിൽ പറയുക, എബ്രഹാമിനെ കണ്ടോ? 100% വിശ്വാസം. നടക്കത്തില്ലാത്തൊരു കാര്യം. 100-ാം വയസ്സിൽ കുഞ്ഞുണ്ടാകുന്ന നേരം നടക്കുമോ? ശാസ്ത്രം അനുസരിച്ച് നടക്കത്തില്ല. പക്ഷേ എനിക്ക് 100% വിശ്വാസം. മകനെ ഞാൻ കഴിക്കാൻ പറഞ്ഞു, ഐ എം റെഡി ഫോർ ഇറ്റ്. എൻ്റെ ദൈവം പറഞ്ഞാൽ ചാരത്തിൽ നിന്ന് എൻ്റെ മകനെ തിരിച്ചു തരും എന്നാണ് പറയുന്നത്. അപ്പോൾ വിശ്വാസം ഒന്ന് കണ്ട്, എബ്രഹാമിൻ്റെ വിശ്വാസം പറഞ്ഞിട്ടാണ് പറയുന്നത്. ഈ എബ്രഹാം ന്യായപ്രമാണം കൊടുക്കുന്നതിന് മുമ്പുള്ളതാണ്. സ്നാനപ്പെട്ട ആളാണോ? ഇപ്പം നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ സ്നാനപ്പെട്ട ആളാണോ? പെന്തക്കോസ്തുകാരനാണോ എബ്രഹാം? പക്ഷെ അവൻ എന്തോ ഉള്ളത്? അപ്പോൾ ഈ സ്നാനവും പുറമെ ദൈവത്തിൻ്റെ കൽപ്പനയാണ് നമ്മൾ അനുസരിക്കുന്നെങ്കിൽ പോലും അത് പുറമേ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുന്ന ഒരു ശുശ്രൂഷയാണ്. സ്നാനപ്പെട്ടാൽ ഒരുവൻ നന്നാകത്തില്ല. അല്ലെങ്കിൽ സ്നാനത്തിന് മുമ്പ് നടക്കേണ്ട എന്തുവാ? രൂപാന്തരം, സമർപ്പണം, അനുസരണം, രക്ഷ, കർത്താവുമായിട്ടുള്ള അത് വിശ്വാസത്താൽ. അപ്പോൾ സ്നാനത്തേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് ക്രിസ്തുവിനോടുള്ള ബന്ധം, ആ രക്ഷ, വിശ്വാസം. പഴയ നിയമത്തിലെ പരിച്ഛേദനയേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് എബ്രഹാമിൻ്റെ കാര്യം പറഞ്ഞിട്ട്. അപ്പം പ്രൈസ് ലോർഡ്, ഈ പുറമേ നടക്കുന്ന ശുശ്രൂഷകൾ പറഞ്ഞ് ഞാൻ സ്നാനപ്പെട്ടവരാ, സ്വർഗം ഉറപ്പാനോ? അനേകർ സ്നാനപ്പെടും. സ്വർഗം കിട്ടുമെങ്കിൽ ഇവിടുത്തെ നാട്ടുകാർ മുഴുവൻ സ്നാനപ്പെടാൻ റെഡിയാണ്.
എല്ലാവരും മേളിൽ ടാങ്കോട്ടല്ലോ, എല്ലാവരും വന്ന് സ്നാനപ്പെടും. നല്ലതല്ലേ, സ്വർഗം കിട്ടുമല്ലോ. എല്ലാവരും സ്വർഗത്തിൽ വിശ്വസിക്കുന്നുണ്ട്. വേദങ്ങളിലും പിന്നെ നല്ലൊരു ജന്മം എന്നാണ് അവർ വിശ്വസിക്കുന്നത്. എന്തായാലും മുസ്ലിംസ് വിശ്വസിക്കുന്നുണ്ട് സ്വർഗത്തെ പറ്റി. അപ്പോൾ എല്ലാവർക്കും സ്വർഗത്തിൽ പോകാൻ എളുപ്പമാണ്. അതിന് സ്നാനപ്പെട്ടാൽ പറ്റത്തില്ല. സ്നാനം അതിൻ്റെ പുറത്തെ മനുഷ്യനെ കുഴിച്ചിടുന്നതിൻ്റെ ഒരു ബാഹ്യ ഒരു വിറ്റ്നസ്സിങ് മാത്രം. സ്നാനത്തേക്കാൾ ഇമ്പോർട്ടൻറ്റ് ഞാനും കർത്താവുമായിട്ടുള്ള വിശ്വാസം. ഇവിടെ ഇരിക്കുന്ന ഓരോ ദൈവമക്കളെ ഓർപ്പിക്കുക, നമ്മൾ അളക്കേണ്ടത് എന്തുവാ? എൻ്റെ വിശ്വാസം വർദ്ധിക്കുന്നു. ബൈബിള് പറയുന്നു ബാക്കിയുള്ളതെല്ലാം നശിച്ചു പോകും. വിശ്വാസം, സ്നേഹം, പ്രത്യാശ, ഇവ മൂന്നും മാത്രം നിലനിൽക്കും കേട്ടോ. ഫെയ്ത്ത്, ഹോപ്പ് ആൻഡ് ലവ്. അപ്പം നമ്മൾ അതിനാണ് സ്വർഗത്തിൽ നമുക്ക് പ്രതിഫലം കിട്ടുന്നത് പോലും അതിനാണ്. നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഏരിയകൾ അതാണ്. എത്ര പ്രോട്ടീൻ പൗഡർ കഴിച്ചാലും, എത്ര വൈറ്റമിൻസും നമ്മുടെ സപ്ലിമെൻറ്റ്സ് കഴിച്ചാലും, ശരീരത്തെ കൊഴുപ്പിക്കാൻ വെച്ചാലും പൗഡർ ഇട്ട് ഒന്നും നിലനിൽക്കത്തില്ല. ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് എൻ്റെ ശരീരത്തിൻ്റെ ആരോഗ്യമല്ല. ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഞാൻ വിശ്വാസത്തിൽ വളരണം, ഞാൻ പ്രത്യാശയിൽ വളരണം, ഞാൻ ദൈവസ്നേഹത്തിൽ. 3 കാര്യങ്ങൾ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം അവിടാണ് ഗലാത്യർക്ക് വീഴ്ച വന്നത്, അവിടാണ് കൊരിന്ത്യർക്ക് വീഴ്ച വന്നത്. 8ാമത്തെ വാക്യം കൂടി വായിച്ചാട്ടെ, അവരെ ഓർപ്പിക്കുക. എന്നാൽ ദൈവം വിശ്വാസം മൂലം ജാതികളെ നീതീകരിക്കുന്നു എന്ന് തിരുവെഴുത്ത് മുൻകണ്ടിട്ട് നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ള സുവിശേഷം അബ്രഹാമിനോട്. അപ്പം ന്യായപ്രമാണത്തിന് മുമ്പേ ഉള്ള അബ്രഹാം, പുതിയ നിയമം പ്രാപിക്കുന്നതിന് മുമ്പേ ഉള്ള അബ്രഹാമിനോട് അന്നേ പ്രവചനം പറഞ്ഞു, നീ നിമിത്തം, നിന്റെ വിശ്വാസം നിമിത്തം ഇതുപോലെ വിശ്വാസമുള്ള എല്ലാവരും എന്ത് ചെയ്യും? ജാതികളിൽ നിന്ന് നീതീകരണം പ്രാപിക്കും. അവരൊക്കെ നിന്നിൽ കൂടെ അല്ലെങ്കിൽ ഈ വിശ്വാസത്തിൽ കൂടെ അനുഗ്രഹം പ്രാപിക്കും എന്നുള്ളൊരു പ്രോമിസ്. ആ പ്രോമിസാണ് ഹല്ലേലൂയ ഇന്ന് നമ്മളും ഫോളോ ചെയ്യുന്നത്. പ്രമാണം കിട്ടുന്നതിന് മുമ്പേ ഉള്ള അബ്രഹാമിൻ്റെ വിശ്വാസമാണ് ദൈവം നമ്മളോടും പറഞ്ഞിരിക്കുന്നത്. ആ വിശ്വാസം നിങ്ങളിലും ഉണ്ടാകണം. അതൊരു 100% വിശ്വാസമാണ്. അതൊരു 100% അനുസരണമാണ്. ഞാൻ കഴിക്കാൻ പറഞ്ഞപ്പോൾ ഭാര്യയോടും ചോദിച്ചില്ല. ഭാര്യയോടല്ല ചോദിക്കേണ്ട, മോൻ അല്ലെങ്കിൽ പ്രസവിച്ചത്, വേദന കൊടുത്തത്, 9 മാസം വേദന സഹിച്ചതും വളർത്തുന്നത് മുഴുവനും അമ്മയല്ലേ. അമ്മയോട് ചോദിച്ചില്ലെന്ന് മോനെ ഞാൻ കഴിക്കാൻ. കാര്യം ദൈവം ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല. പൂർണ്ണ അനുസരണം. അത് വിശ്വാസത്തിൻ്റെ അകത്തുണ്ട്. വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്തുവാ? ഇസ് ഈക്വൽ ടു 100% ഒബീഡിയൻസ്. അപ്പോൾ നമ്മൾ ഈ ദിവസങ്ങൾ പ്രാപിക്കേണ്ടത്, കർത്താവ് എന്തിനോട് സംസാരിച്ചാലും അത് ആൾക്കാർ കളിയാക്കിക്കോട്ടെ, അതൊന്നും വിഷയമല്ല. അത് സമ്പൂർണ്ണമായിട്ട് അനുസരിക്കുവാൻ. എന്നിട്ട് ആ അനുഗ്രഹത്തിൻ്റെ കാര്യം പറഞ്ഞിട്ട് നിർത്തുക. ഈ അനുഗ്രഹം ബ്ലെസ്സിങ് എന്നൊക്കെ എവിടെയെങ്കിലും ദൈവദാസന്മാർ ഈ കാലഘട്ടത്തിൽ കേട്ട് കഴിഞ്ഞാൽ ഒട്ടനെ അത് പറയും ഭൗമിക നന്മയാണെന്ന് പറയും. 9ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. അങ്ങനെ വിശ്വാസിയായ എന്ന് വെച്ചാൽ എബ്രഹാമിൻ്റെ വിശ്വാസത്തെയാണ് അവൻ. വിശ്വാസിയായ. അപ്പോൾ നമ്മളെ വിശ്വാസികൾ എന്ന് വിളിക്കുന്നത് എന്തിനാണ്? നമ്മൾ പറയും പെന്തിക്കോസുകാരായതുകൊണ്ട് നമ്മൾ സ്നാനപ്പെട്ടവരാണ്. വിഷ്ണു, ഒരു മനുഷ്യന്, ഒരു സഹോദരിക്കോ സഹോദരനോ ദൈവത്തിൽ അടിയുറച്ച വിശ്വാസമുണ്ട്, അവനാണ് വിശ്വാസി. അതുകൊണ്ടാണ് ഇവിടെ എഴുതിയേക്കുന്നത് അങ്ങനെ വിശ്വാസികൾ. വിശ്വാസിയായ എബ്രഹാമിനും അവിടും ഹൈലൈറ്റ് ചെയ്യുന്ന ഏരിയകൾ എന്തുവാ? ഈ 7, 8, 9 വാക്യത്തിൽ ഹൈലൈറ്റ് ചെയ്യുന്ന ഏരിയ എന്തുവാണ്? വിശ്വാസം. ഗലാത്യ സഭയോട് പറയാൻ കാരണം എന്നാ? മാറിപ്പോയത് എന്തുകൊണ്ടാണ്? വിശ്വാസത്തിൽ കുറവ് വന്നോടാൽ മറ്റൊരു സുവിശേഷത്തിലേക്ക് മാറിപ്പോയത്. വിശ്വാസത്തിൽ കുറവ്. ദുരുപദേഷ്ടക്കാർ അവരുടെ മധ്യത്തിൽ പ്രസംഗിച്ചപ്പോൾ അതിനും ആമേൻ പറഞ്ഞ് എന്തുകൊണ്ടാണ്? നമ്മൾ നോക്കുന്നത് എന്തോ വലിയൊരു മെജോറിറ്റി. അവിടെ ലക്ഷക്കണക്കിന്, അല്ലെങ്കിൽ ഇവിടെ 1000കണക്കിന്, അല്ലെങ്കിൽ ഇവിടെ 100 കണക്കിന് ആൾക്കാർ കൂടെ അവരായിരിക്കും സത്യം. നോ, കർത്താവിൻ്റെ കൂടെ അവസാനം ഉണ്ടായിരുന്നു മെജോറിറ്റി. 12 പേര്, അതിലും ഈ നാശയോഗ്യനും കൂടെ ഉണ്ട്, യൂദാസ്. അവനെ മാറ്റിക്കഴിഞ്ഞാൽ 11 പേര്. ഇത്രയും നാളത്തെ ശുശ്രൂഷയും അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും ദൈവം തമ്പുരാൻ ഇറങ്ങി വന്നിട്ട് എത്ര പേരെ നേടാൻ കഴിഞ്ഞു? അതും ക്രൂശിക്കാൻ പോയപ്പോൾ എല്ലാം തൂണിൻ്റെ പുറയിലും മരത്തിൻ്റെ പുറയിലും പോയി ഒളിച്ചിരുന്നു. എവിടാണ്ട് ദൂരെ ഇരുന്ന് ഒളിച്ചിരുന്ന് നോക്കുക പത്രോസ്. ആ പത്രോസ് പോലും ദൈവസന്നിധിയിൽ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ പത്രോസിന് പോലും നിൽക്കാൻ കഴിഞ്ഞു. അപ്പോൾ ശക്തിയില്ലാത്ത, ബലമില്ലാത്ത കാര്യം. അവർ ആ നാളുകൾ അഭിഷേകം പ്രാപിച്ചില്ല. മനസ്സിലായോ? അഭിഷേകം പ്രാപിച്ചില്ലുള്ള അനുഭവം മനസ്സിലായോ? നിൽക്കേണ്ട സമയത്ത് നിൽക്കാൻ ബലം കാണത്തില്ല. ആഗ്രഹമുണ്ട്, കരഞ്ഞു. കർത്താവിനെ തള്ളി പറഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്തു? ഒത്തിരി കരഞ്ഞു. എന്നാ കാര്യം? അഭിഷേകം പ്രാപിക്കുന്നത് എന്തിനാണെന്ന് അത് കഴിഞ്ഞ് പത്രോസ് നിന്ന് കണ്ടോ, പൗലോസ് നിന്ന് കണ്ടോ, ശക്തമായിട്ട് കർത്താവിന് വേണ്ടി നിന്ന്. ഞാൻ വായിച്ച ആ 1 യോഹന്നാന്റെ വാക്യം ഒന്നുകൂടെ ഓർപ്പിച്ചു പോവാ. പരിശുദ്ധനാൽ നിങ്ങൾ അഭിഷേകം പ്രാപിച്ചു. അടുത്ത വാക്യത്തിൽ പറയുന്ന പോലെ ആ അഭിഷേകം നിങ്ങളെ അവസാനം വരെ വഴി നടത്തും. അപ്പോൾ അഭിഷേകം പ്രാപിക്കുന്ന എന്തിനാണ്? അല്ലെങ്കിൽ അവസാനം വരെയും ദൈവത്തിന്. അവിടെ ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാരും മറ്റുള്ള എന്തിനേക്കാളും പഠിത്തത്തെക്കാളും അഭിഷേകം പ്രാപിച്ചാൽ അത് ഫ്രൂട്ട്ഫുള്ളായി തീരത്തോളം.
നിങ്ങൾക്ക് എന്ത് കഴിവുകളുണ്ടെങ്കിലും താലന്തുകളുണ്ടെങ്കിലും അഭിഷേകം പ്രാപിച്ചാലേ അത് ഫ്രൂട്ട്ഫുള്ളായി തീരത്തുള്ളൂ. അഭിഷേകം പ്രാപിച്ചാലേ സാത്താൻ്റെ പദ്ധതികളെ ജയിക്കുവാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ വലിയൊരു എല്ലാവരും ഈ ദിവസങ്ങൾ കർത്താവേ പരിശുദ്ധനാൽ എന്നെ അഭിഷേകം ചെയ്യണമേ. ആ അഭിഷേകം ഈ ദിവസങ്ങൾ നമ്മളെ വഴി നടത്തും. അതുകൊണ്ട് ഗലാത്യ സഭയോട് പറയുക, നിങ്ങൾ ക്ഷീണിച്ചു പോകാൻ കാരണം നിങ്ങളുടെ വിശ്വാസത്തിൽ കുറവ്. ഇന്ന് ഭയങ്കര വിശ്വാസമാണ്. എന്തോ വിശ്വാസം? എനിക്ക് കിട്ടും, എനിക്ക് ഇന്ന കാര്യങ്ങൾ കിട്ടും, എനിക്ക് വിസ കിട്ടും, എനിക്ക് ജോലി കിട്ടും, എൻ്റെ ബിസിനസ്സിന് വർധനമുണ്ടാവും. ഇത് ജാതികൾക്കുള്ള വിശ്വാസമല്ലേ? ഈ തീർത്ഥാടന കേന്ദ്രം എടപ്പള്ളിയും കല്ലൂരും ഒക്കെ വന്നിട്ട് അവരവിടെ നിന്ന് പ്രാർത്ഥിക്കുന്ന നേർച്ച കാഴ്ച കൊടുക്കുന്നതിന് വേളാങ്കണ്ണി പോകുന്ന എന്തിനാ? അവരും പറയുന്നത് എനിക്ക് കിട്ടും, മാതാവ് എനിക്ക് തന്നു എന്ന് അവർ പറയുന്നു. ഞാൻ അനേകരോട് ഇവിടെ എല്ലാം സംസാരിക്കും, എല്ലാം പറയുന്നത് ഞങ്ങൾ എന്തിനാ വരുന്ന വിശ്വാസം, ഞങ്ങൾക്ക് കുറവൊന്നുമില്ല. ആ വിഷയത്തിലും അധികം വാരി കോരി തരുന്നുണ്ട്. അപ്പോൾ കിട്ടാനാണ് അവിടെ പോകണം. ഇവിടെ നമ്മൾ വരുന്നത് എന്തിനാണ്? ഇത് കർത്താവുമായിട്ടുള്ള വിശ്വാസത്തിലുള്ളൊരു ബന്ധമാണ്. ഈ ബന്ധത്തെ ഒലച്ച് കളയുവാൻ ഒരു ദ്രവ്യത്തിനും കഴിയത്തില്ല, ഒരു ലോക സുഖത്തിനും കഴിയത്തില്ല, ഒരു ലോകം തരുന്ന സ്ഥാനത്തിനും കഴിയത്തില്ല. പൗലോസ് പറയുന്ന പോലെ ആത്മാവിൽ ശക്തനായിട്ട് താൻ പറയുക, ഒരു ഉയർച്ചയ്ക്കോ താഴ്ചയ്ക്കോ ഒന്നിനും ലോകം തരുന്ന ഒരു സ്ഥാനത്തിനും എന്നെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആ ഒരു ബന്ധത്തിൽ വർദ്ധിച്ചു വരുവാൻ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യണം? മീറ്റർ വെച്ചൊന്ന് നോക്കണം. ഇന്നലെ സഹോദരൻ വിളിച്ചു പറഞ്ഞു തൻ്റെ ഓയിൽ ലൈറ്റ് കത്തിയെന്ന്. താനപ്പം അവിടെ എല്ലാം തപ്പി ആ സാധനം എന്ത് ചെയ്യുന്നത്, ഡിപ്സ്റ്റിക്, ഓയിലിൻ്റെ ലെവൽ നോക്കുന്ന ഡിപ്സ്റ്റിക്, അതെല്ലാം തപ്പി അവസാനം കണ്ടുപിടിച്ചു. ലെവൽ നോക്കിയപ്പോൾ അതിനകത്തൊന്നും ഓയിലൊന്നുമില്ല. അപ്പം ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ലോയിൽ കിടക്കുക. അപ്പോൾ ഇന്ന് രാവിലെ ഓയിലൊക്കെ ഒഴിച്ചിട്ടല്ലേ വന്നു, ഒഴിച്ചില്ലേ? ഞാൻ പറഞ്ഞത് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ ഡിപ്സ്റ്റിക് എടുക്കുന്ന എന്തിനാണ്? ഈ ലൈൻ എന്തിനാ? ലോ, ഹാഫ്, ഫുൾ, അല്ലെങ്കിൽ ലോ, ഫുൾ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഈ വിശ്വാസം, കർത്താവുമായിട്ടുള്ള ബന്ധം, കർത്താവിനെ ഞാൻ ശരിക്കും സ്നേഹിക്കുന്നു, ദൈവം പറയുന്ന എല്ലാം പൂർണ്ണമായിട്ട് ബിസി ലൈഫാണ്. കൊച്ചി പോലൊരു പട്ടണത്തിൽ ഭയങ്കരമായിട്ട് ബിസിയാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ സമയം കണ്ടെത്തണം. മീറ്ററും കൊണ്ട് ഏതാ മീറ്റർ? ദൈവസന്ധിയിൽ മുട്ടുമടക്കുമ്പോഴൊക്കെ കർത്താവേ എൻ്റെ ഉള്ള അവസ്ഥ, ആഗ്രഹമുണ്ട്, കഴിയുന്നില്ല, കൃപ തരണമേ, ശക്തനായിട്ട് നിൽക്കുവാൻ പൂർണ്ണ